ചെയ്യുകയാണ്. അനുഗ്രഹീതമായ രാത്രി ഞങ്ങൾക്ക് ദാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏഴകൾ പാടിയതുപോലെ അവിടുന്ന് എത്ര നല്ലവനാണ് കർത്താവേ. ഞങ്ങൾക്ക് നൽകിയ സകല നന്മകൾക്കായും ഞങ്ങൾ സ്തോത്രം കരയറ്റുകയാണ്. ഈ ഭാഗ്യപദവി ലഭിക്കാത്ത ആയിരങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകൾ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് പിന്നെ ഞങ്ങളെ സഹായിക്കണം. നിന്റെ അഭിഷിക്തന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് അതേ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ചില കെട്ടുകൾ അഴിയുവാൻ, ചില ബന്ധനങ്ങൾ തകരുവാൻ, ചില പൈശാചികമായിട്ടുള്ള അതേ പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രി തകർക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഇവിടെ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിക്കായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു കർത്താവേ. അതേ ആരാധന ലീഡ് ചെയ്യുവാൻ നിന്റെ ജനത്തെ അവിടുന്ന് സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചതിനാൽ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വം കർത്താവേ ഞങ്ങൾ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. കർത്താവ് അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. സമയം നമ്മുടെ മുമ്പിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരാത്രികൾ തുറന്നുള്ള സമയങ്ങൾ ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവം വലിയവ ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഓരോ ദിവസവും രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നു. ഇന്ന് രാത്രിയിലും പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. തുറന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ അഭിഷിക്തനെ ക്ഷണിക്കുന്നു. നമ്മുടെ കരങ്ങൾ അടിച്ച് അഭിഷിക്തനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ പോകുകയാണ്? ആമേൻ. ഒരിക്കൽ കർത്താവിന്റെ ദാസൻ സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ യോധന എന്നപ്പോൾ ന്യൂയോർക്കിലൊരു വീട്ടിൽ അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് വളരെ ധനാഢ്യരായ ഒരു കുടുംബം, ഒത്തിരി സമ്പത്ത് അവർക്കുണ്ട്. സത്യത്തിൽ കർത്താവിൻ്റെ ദാസൻ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി. അവിടെ ഇരുന്ന പ്രായമുള്ള ആ വീട്ടിലെ മാതാവിനോട് കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ലോകത്തിലെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ടാകും. അന്നേരം ആ പ്രായം ചെന്ന അമ്മ ആ കർത്താവിന്റെ ദാസനോട് പറഞ്ഞ മറുപടി, ഒരു പ്ലേറ്റ് കഞ്ഞി കൊണ്ടാന്ന് പറഞ്ഞു. ആമേൻ. എന്തോ കണ്ടെന്ന്? ഒരു പ്ലേറ്റ്. അന്നേരം കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഓ, ഒരു പ്ലേറ്റ് കഞ്ഞി കൊണ്ട് ഇത്രയും വലിയ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര പ്ലേറ്റ് കഞ്ഞി വേണമെങ്കിലും ഞാൻ കൊടുക്കാം. അമ്മച്ചി പറഞ്ഞു, അങ്ങനത്തെ കഞ്ഞിയല്ല. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതം കഴിക്കുന്ന ഞങ്ങളുടെ ചെറുപ്പം, ഞങ്ങളുടെ അപ്പനും അമ്മയും സുവിശേഷത്തെ വല്ലാതെ സ്നേഹിച്ചവരാണ്. കിട്ടിയ ഒരല്പം അരി അടുപ്പത്തിട്ടിട്ട് അത് കഞ്ഞി വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് രാത്രി വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കുടുംബം. വെച്ച ആഹാരം 3 പ്ലേറ്റിൽ, ആമേൻ പറഞ്ഞ് 3 പ്ലേറ്റിലായിട്ട് ഒരമ്മ നിരത്തി വിളമ്പിയിട്ട് 3 കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരും കൂടെ ഈ കഞ്ഞി കുടിച്ചിട്ട് കടന്നു. മാതാവിനും പിതാവിനും കഴിക്കാനൊന്നുമില്ല. ഈ 3 കുഞ്ഞുങ്ങൾ ആ കഞ്ഞിപ്പാത്രത്തിന് മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ആഹാരം തന്ന വൻ കൃപയ്ക്കായി സ്തോത്രം യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ പകല് മുഴുവൻ സുവിശേഷ വേല ചെയ്തും ട്രാക്ട് കൊടുത്തും ക്ഷീണിച്ച 3 അഭിഷിക്തന്മാർ ആ വീട്ടിൽ വന്ന് കയറി അവർ മുറ്റത്തുനിന്നേ ചോദിച്ചുകൊണ്ട് വരുന്നത്, കർത്താവിന്റെ ദാസിയെ വല്ലാതെ വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും. ഈ വീട്ടിലെ ആമേൻ അമ്മ ഒറ്റ ചാട്ടത്തിന് മുറിക്കകത്ത് കയറിയിട്ട് 3 മക്കളോടും പറഞ്ഞു, നിങ്ങൾ ആ പാത്രത്തിൽ കൈയിടരുത്, ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു. പൊരിയുന്ന വയറിന്റെ വിശപ്പോടെ ഭക്ഷണം കഴിക്കാനിരുന്ന 3 കുഞ്ഞുങ്ങളെയും ഭക്ഷണപാത്രത്തിന്റെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് വിട്ടേച്ച് ആ 3 പ്ലേറ്റ് കഞ്ഞി എടുത്ത് ആ 3 അഭിഷിക്തന്മാർക്ക് കൊടുത്തു. തങ്ങൾ കുടിക്കുന്ന ഈ കഞ്ഞി
കുഞ്ഞുങ്ങൾക്ക് വിളമ്പിയ കഞ്ഞിയാണെന്ന് അറിയാതെ അവർ കുടിച്ചു, അവരുറങ്ങി. രാവിലെയാണ് അവർ അറിയുന്നത് ഇതാ കുഞ്ഞുങ്ങളുടെ ആ 3 അഭിഷിക്തന്മാർക്ക് താങ്ങാനാവാത്ത ഭാരമുണ്ടായി. അവർ രാവിലെ എഴുന്നേറ്റ് ചെയ്തത് 3 കുഞ്ഞുങ്ങളെയും എടുത്ത് ആമേൻ ശരീരത്തോട് ചേർത്ത് പിടിച്ച് വാവിട്ട് കരയാൻ തുടങ്ങി. അഭിഷിക്തന്മാരുടെ കണ്ണുനീര് ആ 3 കുഞ്ഞുങ്ങളുടെയും തലയിലേക്ക് തെറിച്ചു വീണു. എന്നിട്ട് അമ്മ പറഞ്ഞു, അന്ന് കൊണ്ടുപോയ ആ 1 പ്ലേറ്റ് കഞ്ഞിയാണ് ഇന്നത്തെ നന്മയുടെ എല്ലാം കാരണം. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10,000 മടങ്ങായി തിരിച്ചു തരുവാൻ കർത്താവ് ശക്തനാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടാമതൊരു സംഭവം, ഒരു ദൈവസഭയുടെ പണി നടക്കുക, സഭാ-ഹാളിന്റെ പണി നടക്കുമ്പോൾ അവിടുത്തെ പാസ്റ്ററും 3-4 സഹോദരന്മാരോട് കൂടി പിരിവിന് വേണ്ടി ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് കയറി. അപ്പൊ അവരവിടെ ചെന്ന് കയറിയത് സഭാ-ഹാളിന്റെ ആവശ്യം പറഞ്ഞാൽ ഒരു 1000 രൂപ ചിലപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? സമയം പോയതുകൊണ്ട് ഉറങ്ങണോ? അല്ല, 1000 രൂപ തരും എന്നോർത്ത് ഇവരവിടെ ചെന്നു. അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഹാളിന്റെ പണി നടക്കുക. പെട്ടെന്ന് ഈ മനുഷ്യനകത്തോട്ട് പോയിട്ട് തൻ്റെ ചെക്ക് ലീഫ് എടുത്തോണ്ടെന്ന് വെച്ചാൽ ഒരു 10,000 രൂപയുടെ ചെക്ക് എഴുതി കയ്യിലോട്ട് കൊടുത്തു. സത്യത്തിൽ ഈ പാസ്റ്റിനും വിശ്വാസികൾക്കും 10,000 രൂപ കണ്ടപ്പോൾ സത്യത്തിൽ അവർ വരണ്ടുപോയി. അവർ പ്രതീക്ഷിച്ചത് എത്രയാ? 1000. കിട്ടിയതോ 10,000. 10,000 കിട്ടിയത് കൊണ്ട് ഇച്ചിരി കൂടെ സ്നേഹിച്ചു പോകാന്നോർത്ത് അവരിങ്ങനെ അവിടെ കറങ്ങി നിൽക്കുക. എന്നിട്ട് ആ അച്ഛനോട് സ്നേഹത്തോടെ സംസാരിക്കുക, 10,000 രൂപ തന്നല്ലോ. പെട്ടെന്ന് ആ മനുഷ്യന്റെ വീട്ടിലെ ഫോൺ റിങ് ചെയ്തു. ആ മനുഷ്യൻ ഓടിപ്പോയി ഫോൺ എടുത്തു. ഇവരെല്ലാം അവിടെ നിൽക്കുകയാണ്. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചു നിന്ന മനുഷ്യന്റെ മുഖം പെട്ടെന്ന് സങ്കടം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്തെ ത്വക്കെല്ലാം വലിഞ്ഞു മുറുകി. അദ്ദേഹം പെട്ടെന്ന് ശരീരം തളർന്ന് ഫോൺ വെച്ചിട്ട് ഈ ഓടി വന്ന ദൈവദാസന്മാരുടെ കൊടുത്ത 10,000 രൂപയുടെ ചെക്ക് മേടിച്ച് വലിച്ച് ചന്നം പിന്നം അത് കീറി ആ പെരയുടെ മൂലക്കിരുന്ന് ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ട് എറിഞ്ഞേച്ച് ഓടിച്ചെന്നകത്ത് നിന്ന് ചെക്ക് ലീഫ് എടുത്തുകൊണ്ട് വന്ന് 1,00,000 രൂപയുടെ ചെക്ക് എഴുതി അവരുടെ കയ്യിലോട്ട് കൊടുത്തു. പിന്നെയും പ്രശ്നമായി. 10,000 രൂപയുടെ സ്നേഹം തീരാതെ വന്നപ്പോൾ 1,00,000 രൂപയെ സ്നേഹം പിന്നെയും കൂടി. അവർ വട്ടം കറങ്ങിയെന്ന് വെച്ചാൽ മനുഷ്യനോട് ചോദിച്ചു, എൻ്റെ സാറേ, ഒറ്റ ഫോൺ കോൾ വന്നപ്പോഴാണ് ഞങ്ങളുടെ 10,000 1,00,000 ആയത്. അതെന്നാ കോളായിരുന്നെന്ന് ചോദിച്ചു. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലേ? ഒറ്റ ഫോൺ കോൾ വന്നപ്പോൾ 10,000 എത്രയായി? 1,00,000 ആയി. അതെന്നാ കോളായിരുന്നു? ആ മനുഷ്യൻ നനഞ്ഞ കണ്ണുകളോട് പറഞ്ഞു, ഞാൻ ഇരുമ്പിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാ. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഇരുമ്പും കയറ്റിക്കൊണ്ട് എൻ്റെ ഒരു കപ്പൽ കാനഡയുടെ തീരത്തേക്ക് പോയി. ആമേൻ. ആ കപ്പലിന് മെസ്സേജ് വന്നത്, ആമേൻ, നടുക്കടലിൽ ആ കപ്പലിന് വലിയ പ്രതിസന്ധി ഉണ്ടായി. എൻ്റെ കോടിക്കണക്കിന് രൂപ വെള്ളത്തിലോട്ട് താന്നുകൊണ്ടിരിക്കുകയാണ്. അതാ വന്ന ഫോൺ കോൾ. അദ്ദേഹം ചോദിച്ചു, ഈ തകർച്ചയുടെ ഫോൺ കോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ 1,00,000 രൂപ കിട്ടി? അദ്ദേഹം പറയും, എൻ്റെ സമ്പത്തെല്ലാം ഈ വെള്ളത്തിൽ താന്നു പോകുന്നതാ ഞാൻ തിരിച്ചറിയുന്നത്. ഈ 1,00,000 രൂപ ഞാൻ തരുന്നത് സ്വർഗത്തിന് വേണ്ടിയാ. ആ കപ്പൽ ഒരിക്കലും മുങ്ങുന്ന കപ്പലല്ല. കൈയടിച്ചു കഴിഞ്ഞോ? പേഴ്സ് എടുത്ത്. പേഴ്സ് എടുക്കാൻ ഇടയിൽ നിന്ന് $1 അല്ല, മുങ്ങിപ്പോകാത്തിടത്തേക്ക് ഒരു നന്മ. വേഗം കയ്യിലെടുത്തോ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സമ്പത്തിന്റെ കെട്ട് പൊട്ടാൻ പോവുക. ആമേൻ. ദൈവത്തെ ഓർത്ത് മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിന്റെ കൊച്ചിനെ കൊണ്ട് ഏറ്റവും ചെറിയ പൈസ സ്വോത്രകാഴ്ച ഇട്ട് പഠിപ്പിക്കരുത്. റെനിപ്പാസ് ഇന്നലെ സ്വോത്രകാഴ്ച ഞാൻ എണ്ണുന്ന കണ്ടു. ഏറ്റവും ചെറിയ നോട്ട് എണ്ണി പുള്ളിയുടെ ഓരത്തിന് വേദനയാണെന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ കൊച്ചിൻ്റെ കയ്യിൽ നിങ്ങൾ ഏറ്റവും ചെറിയ നോട്ട് സ്വോത്രാഴ്ച ഇടാൻ കൊടുക്കുമ്പോൾ പിള്ളേരുടെ വിചാരം കർത്താവ് 50 പൈസയുടെ ആളാന്നോർത്തിരിക്കുക. എടുത്തോ. നിങ്ങളുടെ പൈസയുടെ കെട്ടി ഇന്ന് പൊട്ടും. കർത്താവ് അത് പൊട്ടിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ആമേൻ. ഭർത്താവിന്റെ കൈ പൈസ കൊടുത്തിച്ച് എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞ് സ്വോത്രാഴ്ച പാത്രത്തിന് മേളിൽ കൂടെ വെറുതെ കൈ കാണിച്ചാൽ പ്രതിഫലം കിട്ടുകയല്ല. എടുത്ത് കൈ പിടിച്ചോ. ഓക്കെ, പാടണം. പ്രാർത്ഥിക്കാൻ പോവാ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. നിന്റെ സമ്പത്തിനെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാ. നിന്റെ സമ്പത്തിനെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക.
നീ ഒരുപക്ഷെ ഒത്തിരി പൈസ കടം വാങ്ങിച്ചായിരിക്കാം ഈ മസ്കറ്റിന് കയറി വന്നത്. ഒരുപക്ഷെ നിന്റെ ഇപ്പോഴത്തെ ശമ്പളം നിനക്ക് മാസം ഒരു 10,000 രൂപ പോലും വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ഇതൊക്കെ അറിയുന്ന ഒരു ദൈവം മേളിലിരിപ്പുണ്ട്. അവനറിയാം നിനക്ക് വേണ്ടി ഒരു നന്മ റിലീസ് ചെയ്യാൻ. കണ്ണുകൾ അടച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞാൻ നിന്റെ ദാസനാണ്. യേശുവിന്റെ നാമത്തിൽ ഈ കരത്തിൽ പിടിച്ചിരിക്കുന്ന പണത്തെ, നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ നിന്റെ ദാസനാണ്. യേശുവിൻ നാമത്തിൽ അവരുടെ ഭൗതിക മണ്ഡലത്തിന് മേൽ കടക്കുന്ന എല്ലാ ശാപങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് മുതൽ അവരുടെ പേഴ്സ്, അവരുടെ നന്മ, അവരുടെ ബാങ്ക് ബാലൻസ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ, ഉച്ചത്തിൽ ആമേൻ. ഓക്കെ. സ്തോത്രം ചെയ്താട്ടെ. ഒരു വാക്യം വായിച്ച് ചില ദൈവാലോചനകൾ പറഞ്ഞിട്ട് ദൈവത്തിൽ ഇരിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. പാസ്റ്റർ സജി ആൻഡ്രൂസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. എൻ്റെ ഇവിടുത്തെ രാത്രി യോഗം ഇന്നുകൊണ്ട് തീരുകയാണ്. നാളെ ഒരു പകലും കൂടിയാണ് എനിക്ക് ഈ ചർച്ചിൽ ഇത്തവണ യോഗമുള്ളത്. ആമേൻ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഞാൻ വന്ദനം പറയുന്നു. ഓർക്കുമെങ്കിൽ പ്രാർത്ഥിക്കുക. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. പാസ്റ്റർ എന്ന് ഞാൻ തന്നെ കൂട്ടിച്ചേർത്തതാണ്. പിന്നെ എൻ്റെ വൈഫിൻ്റെ പേര് ജോസ്മി. എനിക്കൊരു കുഞ്ഞുണ്ട്, അഡോണ.
ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ശക്തമായി നിൽക്കുവാൻ ഓർക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. ആയിരക്കണക്കിന് പാസ്റ്റർമാർ കയറിയിറങ്ങുന്ന ഒരു രാജ്യമാണിത്. ഓർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഒരു 4-5 ദിവസത്തേക്ക് കൂടെ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ മനസ്സിൽ പ്രതീക്ഷിക്കുകയാണ്. ഓർക്കുമെങ്കിൽ സ്തോത്രം ചെയ്യുക. കർത്താവ് അനുവദിച്ചാൽ 11-ാം തീയതി മടങ്ങിപ്പോണമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവം അനുവദിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ നേരിട്ട് കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ആഗ്രഹമുണ്ട്. സന്തോഷമുള്ള സ്തോത്രം ചെയ്താട്ടെ. വലിയ സന്തോഷമൊന്നുമില്ല, സ്തോത്രം. അഥവാ അതിനു മുമ്പ് കർത്താവ് എങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് എവിടെ വെച്ച് കാണാം? എവിടെ വെച്ച് കാണാം? പറഞ്ഞേ. ആമേൻ. മധ്യാകാശത്തിൽ വെച്ച് കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായമാണ് എടുക്കേണ്ടത്. അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചോളൂ. അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. കുടത്തിൽ വെള്ളവുമായി ഒരുവൻ എതിരേറ്റ് വരും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവി. അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവീൻ എന്നവരോട് പറഞ്ഞു. നല്ല വചനത്തിനായി ഒരു സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാ. നമ്മുടെ യോഗം തീരുന്നത് 11. പെട്ടെന്ന് നിർത്താം. ഇതാന്ന് പറയുമ്പോൾ നമ്മുടെ യോഗം എപ്പോഴാണ് തീരുന്നത് ചോദിച്ചാൽ നിർത്തുമ്പോഴാണ് നമ്മുടെ യോഗം തീരുന്നത്. ആമേൻ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടിരിക്കുക. ഇന്ന് രാത്രി എങ്ങനെ കർത്താവ് വരുവാണെങ്കിൽ നാളെ ജോലിക്ക് പോകണ്ടല്ലോ. അതൊരു ഭാഗ്യമല്ലേ? അതാ എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഞാൻ ബൈബിൾ കണ്ട ഏറ്റവും ഗൗരവമുള്ളൊരു ദൂത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. നിങ്ങൾ സ്തോത്രം പറയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ വേണേ പറഞ്ഞാൽ മതി. ഈ അകത്തോട്ട് ഒരു എഴുത്തിട്ടാൽ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന എഴുത്തുകുറ്റിയുടെ നാക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ആ നാക്ക് ആടുന്നത് കാണുമ്പോഴേ ഓർത്തോണം അകത്തോട്ട് ഏതാണ്ട് വീണിട്ടുണ്ട്. ഒരു ദൂത് അകത്തോട്ട് വീണാൽ 10 സ്തോത്രം പുറത്തോട്ട് വരണം. അതാണ് അതിന്റെ ഒരു സ്റ്റൈല്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം പറയുന്നു? യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ. മറിയുടെ ഉദരം കടമെടുത്ത് ലോകത്തിൽ വന്നു, കാലിത്തൊഴുത്തിൽ കിടന്ന് കളിച്ചു. 30-ാമത്തെ വയസ്സിൽ 12-ാമത്തെ വയസ്സിൽ പുരോഹിതന്മാരുടെ നടുക്ക് കസര കയറുന്ന അവരോട് ഉപദേശം പറഞ്ഞു. 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ടു. കരയ്ക്ക് കയറി 40 ദിവസം ഉപവസിച്ചു. പിശാചിനെ നെറുകയിൽ ചവിട്ടി ഗലീലയ്ക്ക് പുറപ്പെട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 3 കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത്, കേൾവിയില്ലാത്തവന്റെ ചെവിക്കകത്ത് വിരലിട്ട് കേൾവി കൊടുത്ത്, 3 മരിച്ചവരെ ഉയർപ്പിച്ച്, ഒരെണ്ണത്തിന് വീട്ടിലും ഒരെണ്ണത്തിന് റോട്ടിലും ഒരെണ്ണത്തിന് കല്ലറയിലും വെച്ച് ഉയർപ്പിച്ച് അത്ഭുതങ്ങളുടെ പരമ്പരയുടെ കെട്ടഴിച്ചിട്ട് കർത്താവ് ലോകം വിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് താൻ വന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിറവേറ്റാൻ പോകുകയാ. യേശുവിന്റെ ജനനം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറക്കത്തിലാണെങ്കിലും ചാടി എന്നിട്ട് പറയും, യേശുവിന്റെ ജനനം കൊണ്ടുണ്ടായ ഏക ഗുണം സ്വർഗത്തിലിരുന്ന ദൈവത്തെ മനുഷ്യരുടെ നടുവിൽ കൊണ്ടുവന്നു. എത്ര പേര് സ്തോത്രം പറയുന്നുണ്ട്? രണ്ടാമത് ആരെങ്കിലും എന്നോട് ചോദിക്കുക, യേശുവിന്റെ മരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായെന്ന് ചോദിച്ചാൽ മണ്ണിൽ കിടന്ന മനുഷ്യനെ സ്വർഗത്തോളം എത്തിക്കാൻ ആ മരണം സഹായിച്ചു. എത്ര പേര് സ്തോത്രം പറയുന്നു? അവൻ ഇറങ്ങി, നമ്മൾ ഇവിടുന്ന് കേറി. ഹല്ലേലൂയ പറഞ്ഞാടെ ശക്തിയോടെ. ഹല്ലേലൂയ. അതാണ് കാൽവറി. അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇതിനെല്ലാം കൊണ്ട് അങ്ങോട്ട് പോകുന്നു. അതാണ് കാൽവറി. ഓക്കെ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു 2-3 പെരുന്നാൾ കൂടിയിട്ടുണ്ട്. ആ പെരുന്നാളൊന്നും മനസമാധാനത്തോടെ കൂടാൻ യേശുവിന് പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം പെരുന്നാൾ കൂടിയ സമയത്താണ് ചാട്ട ഉണ്ടാക്കി എല്ലാത്തിനും അടിച്ച് പുറത്ത് പ്രാവെല്ലാം കൂടെ പറക്കുന്ന പായുന്ന പാച്ചിൽ കാണണം. അടിച്ച് എൻ്റെ പ്രാർത്ഥനാലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടി. ഇങ്ങനെ ഓരോ പെരുന്നാളിലും യേശുവിന് ഓരോ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇതേ യേശുവിൻ്റെ അന്ത്യയാത്ര നടക്കാൻ പോകുകയാണ്.
യേശു കർത്താവ് തന്റെ കൂടെയുള്ള ശിഷ്യന്മാർ 12 ഉണ്ട്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, ഇങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂടി. ഇതിനകത്ത് 2 പിടിച്ചു പറഞ്ഞു, നിങ്ങൾ നേരെ പുറപ്പെട്ട് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലും. നിങ്ങൾ ചെല്ലുമ്പോൾ കുടത്തിൽ വെള്ളവുമായി ഒരുവൻ നിങ്ങളെ എതിരേറ്റ് വരും. അവന്റെ പിന്നാലെ പോകുക. അവൻ കിടക്കുന്ന വീട്ടിൽ കിടക്കുക. അവൻ കിടക്കുന്ന വീട്ടിൽ നിങ്ങൾ കിടക്കുമ്പോൾ വീടിന്റെ ഉടമസ്ഥനെ നിങ്ങൾ കാണും. അവനോട് ചോദിക്കുക, കർത്താവുമായിട്ട് ഞങ്ങൾക്ക് പെസ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ചോദിക്കുക. ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അല്ല, ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു വൻമാളി. അപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, കർത്താവിന്റെ വാക്ക് കേട്ട് പുറപ്പെടാൻ തയ്യാറായാൽ ഒരുക്കപ്പെട്ട ചിലർ കാണാൻ പോവുകയാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതല്ല, ഒരുക്കപ്പെട്ട ചില നന്മ നിങ്ങൾ കാണാൻ പോകുക. ആ കരം ഉയർത്തിയ ദൈവത്തിന് നല്ലൊരു ഹല്ലേലൂയ, ശക്തിയോടെ ശക്തിയോടെ ഹല്ലേലൂയ, ആമേൻ. ഇനി എന്നാ ഇവിടെ നടക്കാൻ പോണത്? അവസാനത്തെ പെസഹ 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 നടക്കാൻ പോവുക. പെസഹ നടക്കാൻ പോവുക. എന്താ ഈ പെസഹ? ഓടിച്ചു പറയുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ വരുന്നു. പെട്ടെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഈ ഓടി വരുന്നത്. പുറപ്പാട് പുസ്തകം എനിക്കൊന്ന് 12-ാം അധ്യായത്തിലാണ് പെസഹ കുഞ്ഞാടിന്റെ. ബാക്കി ഒന്ന് വായിച്ചു നോക്കാമോ? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നേണം. യഹോവ മോശെയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചെയ്തതെന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടതെന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിനൊരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ ഞാൻ തുടങ്ങി വെച്ചെന്നുള്ളൂ. വീട്ടിൽ പോയി നിങ്ങൾ ശാന്തമായിട്ട് വായിച്ചാൽ നല്ല തണുപ്പുണ്ട്. നിങ്ങൾ കൈയും കൂടെ കെട്ടിയിരിക്കുക. അപ്പോൾ ഉറങ്ങാൻ ഇനി പ്രത്യേകിച്ച് കൃപയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോളൂ, അധികം വായിക്കണ്ട. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമത്വത്തിൽ അകപ്പെട്ടു പോയി. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, അടിമയാക്കാൻ ഒരു പിശാചുണ്ടെങ്കിൽ വിടുവിക്കാൻ ഒരു ദൈവസ്വർഗ്ഗത്തിലുണ്ട്. ഇന്ന് പകൽ അടിമത്വത്തിന്റെ ഡേറ്റും കുറിച്ചൊരു പിശാച് നിങ്ങളുടെ വീടിന്റെ ആത്മാവിലെ പിശാചിനെ നോക്കി പറയണം, ആമേൻ, നിനക്ക് ബന്ധിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ അഴിച്ചുവിടാൻ ഒരു സമയമുണ്ട്. പിശാചിന് നിന്നെ രോഗിയാക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കാൻ ഒരു സമയമുണ്ട്. പിശാചിന് നിന്നെ കരയിപ്പിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ സന്തോഷിപ്പിക്കുവാൻ ഒരു സമയമുണ്ട്. ബന്ധിക്കപ്പെട്ട് കിടക്കുക ഒരു രാജ്യത്ത്, ഫറവോന്റെ വറചട്ടിയിൽ വറുക്കപ്പെട്ടും കാലാഞ്ഞു ചവിട്ടിയാൽ ഉപ്പൂറ്റി പറഞ്ഞു പോരാത്ത പശമണ്ണിൽ നെഞ്ചും പതപ്പയും കലങ്ങി പണിയെടുക്കുന്ന വാഗ്ദത്തമുള്ള ഇസ്രായേലിലെ അപ്പന്മാർ. സഹായിക്കാൻ ആരുമില്ല. പകലന്തിയോളം പണിയെടുത്തിട്ട് ആമൻ കൈനീട്ടി ശമ്പളത്തിന് ചെന്നാൽ ആമൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചും ചാട്ട വീശി അടിച്ചും ആ പാവങ്ങളെ ഓടിച്ചു. അയ്യോ, കണ്ണുനീരും കയ്യുമായി നീണ്ട 400 വർഷങ്ങൾ ഒരു ഭാഗത്ത് ജനം കരയുമ്പോൾ മറുഭാഗത്ത് ദൈവം പർവ്വതത്തിൽ ഇറങ്ങുകയാ. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മർമ്മം എനിക്ക് മനസ്സിലാകുന്നു. കരയുന്ന ആർക്കോ വേണ്ടി എന്റെ ദൈവം പർവ്വതത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കരയുന്ന ആരൊക്കെയോ ഇവിടെ വന്നിട്ടുണ്ട്. ആരും അറിയാതെ ഭാരപ്പെടുന്ന ചിലർ വന്നിട്ടുണ്ട്. ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ആമേൻ, നീ ഇവിടെ കരയുമ്പോൾ തോട്ടപ്പുര പർവ്വതത്തിൽ ആമേൻ നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ആരാധിക്കുന്നുണ്ട്? എന്റെ ബന്ധനം അഴിക്കുവാൻ, എന്റെ പ്രശ്നത്തെ മാറ്റുവാൻ, എന്നെ സഹായിപ്പാൻ, എന്റെ ബാധ്യതകളെ ഒഴിച്ചു തരുവാൻ ആമേ എനിക്ക് വേണ്ടി ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ദൈവം പർവ്വതത്തിലിറങ്ങി മോശയെ പറഞ്ഞു വിടുകയാ. ജനത്തെ വിടുവിക്കാൻ ഒരുങ്ങുകയാ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ദൈവജനത്തെ വിടുവിക്കാൻ ഒരുങ്ങുക. മോശ എന്ന് വെച്ച് ഫറവോനോട് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടേക്ക. ഫറവോൻ ചോദിച്ചു, യഹോവ ആര്? മോശ വടിയെടുത്ത് താഴെ ഇട്ടു. ബാധകൾ 10, വെള്ളം രക്തമായി, പിന്നെ കൽമഴ, പേന്, നായിച്ച, പരു, പുണ്ണ്, ചൊറി, എനിക്ക് വയ്യ എന്റെ കർത്താവേ, തവള, ആകെ പൊല്ലാപ്പ, ബാധ,
ആമേൻ. 10 എണ്ണം, 10ാമത്തെ ബാധ കടിഞ്ഞൂലിന്റെ സംഹാരം. കൊട്ടാരത്തിന്റെ കവാടങ്ങളെ ഇടിച്ചും ഇരച്ചും അകത്ത് കയറി രാജസന്തകളുടെ കഴുത്ത് ഞെരിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം. പ്രാർത്ഥിക്കുന്ന ഇസ്രായേലി അമ്മമാരുടെ കുഞ്ഞിന്റെ കാലിൽ പിടിച്ച് നൈൽ നദിയിൽ എറിഞ്ഞ് ഫറവോന്റെ വ്യാപാരങ്ങളുടെ പുരക്കകത്ത് കയറി അവന്റെ സന്താനങ്ങളെ ദൈവം പിടിക്കുമ്പോൾ ഓർത്തോണേ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പകരം ചോദിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിന്നെ വെറുതെ കരയിപ്പിക്കുന്നവരുണ്ടോ? നിന്നെ വെറുതെ അടിക്കുന്നവരുണ്ടോ? നിന്നെ വെറുതെ അപമാനിക്കുന്നവരുണ്ടോ? അവരോട് നീയൊന്നും പറയണ്ട. നിനക്ക് വേണ്ടി പകരം ചോദിക്കുവാൻ ഇറങ്ങി വരുമ്പോ ഒരു ദൈവമുണ്ട്. കമ്പനിയിലിട്ട് നിന്നെ പീഡിപ്പിച്ചാൽ, അവൻ ജോലി സൈറ്റിലിട്ട് നിന്നെ പീഡിപ്പിച്ചാൽ, ശമ്പളം തരാതെ നിന്നെ പീഡിപ്പിച്ചാൽ, ഇന്ന് രാത്രി അനങ്ങാതിരിക്കാതെ എന്റെ ദൈവത്തിന് സ്തോത്രം പറ. നീ ആരുമില്ലാത്തവരല്ല, പകരം ചോദിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തമ്പുരാൻ ഇറങ്ങി കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് രാജസന്തതികളെ നിഗ്രഹിക്കുവാൻ വാവിട്ട് കരയുക കൊട്ടാരം. ഈ സമയത്ത് നമ്മുടെ ദൂത് തുടങ്ങുക പെസഹ. ഈ സമയത്ത് സർവശക്തനായ ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശേ മോശേ, എന്റെ ജനത്തിന് ഇവിടുന്ന് പോകാൻ നേരമായി. ഈ ദൂതിന് എത്ര പേര് സ്തോത്രം പറയും? ഹല്ലേലൂയ. അടിമത്തം വിട്ട് പോകാൻ നേരമായി. എത്ര പേര് ഹല്ലേലൂയ പറയുന്നു? ഇവിടം വിട്ട് പോകാൻ സമയമായി. ഇല്ല, നിങ്ങൾ കുറെ പേര് സ്തോത്രം പറയുന്നില്ല. ആർക്കൊക്കെയോ ഇവിടെ ഇഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നു. ആമേ, കൃപയുള്ളവർ പറ, ഇവിടുന്ന് പോകാൻ നേരമായി. എന്റെ യേശു വരുവാൻ സമയമായി. ഹല്ലേലൂയ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളൊന്നാ. എനിക്ക് പറവയെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ആമേൻ. ഓ പ്രാവിനെ പോൽ രണ്ടു ചിറകുണ്ടെന്നാകിൽ ഞാൻ, ഓ പ്രാവിനെ പോൽ രണ്ടു ചിറകുണ്ടെന്നാകിൽ ഞാൻ വേഗം എത്തും പറന്നെന്റെ മണ വാളൻ സന്നിധവും വേഗം എത്തും പറന്നെന്റെ മണവാളൻ സന്നിധവും. ഓ സ്വർഗഭാഗ്യം ആർക്കു വർണ്ണിക്കാം. ഓ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ഇതൊക്കെ ആശ ഉള്ളിടത്ത് വല്ല പാടുവാരുന്ന എല്ലാവരും കിടന്ന് തുള്ളിയനെ. ഇവിടെ ആശയില്ല, കീശ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നാ ചെയ്യാനാ? ആശ സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ ചേർന്ന് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഇങ്ങനെ പറഞ്ഞാൽ മിക്കവാറും പോകും. ഓക്കെ, പോകാറായി. നിങ്ങളെ വാക്കൊന്ന് പറഞ്ഞു നോക്കിയ പോകാറായി. എവിടെ പറയുന്നു? സ്വർഗത്തിൽ പോകാറായി, സ്വർഗത്തിൽ പോകാറായി. ആ കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് താഴ്ന്നു വരുമ്പോൾ സന്തോഷം എന്നാ അല്ലേ? വീരം കൊണ്ട് മുട്ടിക്കഴിയുമ്പോൾ കണ്ണെല്ലാം കൂടെ ഉതളങ്ങിയ പോലെയാ തള്ളുന്നത്. നാട് വന്ന് ഇതുപോലെ സ്വർഗത്തിലോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ നിന്റെ കണ്ണ് മെഴിയുന്നില്ലെങ്കിൽ നീ ഡ്യൂപ്ലിക്കേറ്റാ. എത്ര പേര് ആമേൻ പറയുന്നത്? വേറും ഡ്യൂപ്ലിക്കേറ്റാ. സ്വർഗത്തിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, ആമേൻ, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി അവിടെ പോകുന്ന കാര്യം പറയുമ്പോൾ നിന്റെ അകം തുള്ളുന്നുണ്ടെങ്കിൽ ഓർത്തോണം, സൂപ്പർ ആളായത്. ഇത് ഇവിടെ എങ്ങനെ തങ്ങുന്ന സാധനമല്ല. ആമേൻ പറഞ്ഞാട്ടെ. മോശ പറഞ്ഞു, ഒരുങ്ങിക്കോ, പോകാറായി. നീ വിടുവിക്കപ്പെടുവാൻ പെസഹ ആ ദൂതിലേക്ക് നമ്മൾ, അതാ നമ്മുടെ ദൂത്.
മോശയോട് ദൈവാത്മ പറഞ്ഞ ദൂത് മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ആടിനെ പിടിക്കണം. ആരെ പിടിക്കണം? ആടിനെ പിടിക്കണം. കഴുത്തിറക്കണം, തോലിരിക്കണം, മാംസമൊരിക്കണം, അഴുക്ക് കളയണം, കണ്ണമായി നുറുക്കണം, വീടിൽ നിങ്ങൾ തടുപ്പുണ്ടാക്കണം, അടുപ്പിനകത്ത് തീ കൂട്ടണം, തീക്കകത്ത് ചുടണം, മാംസം ചുടണം, ആളെണ്ണത്തിന് ഒത്തു ചുടണം. എന്നിട്ട് നിങ്ങൾ വേണ്ടുന്നില്ല, ആളെണ്ണത്തിന് ഒത്തു ചുടണം. കയ്പിന്റെ ചീര ഉണ്ടാവണം, പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാകണം, പുളിപ്പില്ലാത്ത അപ്പം വായി വെക്കണം, കയ്പിന്റെ ചീര വായി വെക്കണം, ചുട്ട മാംസം വായി വെക്കണം, ആഞ്ഞു ചവയ്ക്കണം, കേക്കാം കാഹളം. ആമേ. ഈ അമ്മമാരോട് ചോദിച്ചേ, പുളിപ്പില്ലാതെ അപ്പം ഉണ്ടാക്കിയാൽ വീട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും? പാത്രമൊക്കെ ഫ്ലൈങ് സോസർ പോലെ പോകുന്ന കാണാം ഇങ്ങനെ. പുളിപ്പില്ലാതെ അപ്പം ഉണ്ടാക്കിയാൽ, ഇനി പുളിപ്പില്ലാതെ അപ്പം ഉണ്ടാക്കിയാൽ കൂടെ കയ്പിന്റെ ചീരയുടെ കറിയും കൂടെ ഉണ്ടാക്കിയാലോ? രക്തത്താൽ ജയം, വചനത്താലും പിന്നെയും ജയം. ആമേൻ. പലരുടെയും മുതുക് ഡ്രമ്മായി മാറും. കണ്ടോ? കണ്ടോ? ആമേൻ. ഓ സന്തോഷം. പുളിപ്പില്ലാത്ത അപ്പവും കയ്പിന്റെ ചീര. പിന്നെ കുഞ്ഞാടിന്റെ മാംസം ചുടുമ്പം കൂടുതൽ ഉപ്പ് തേക്കരുന്ന് കർത്താവ് പറഞ്ഞു. അതേട്ടൊന്നും ചെയ്യണ്ട, ചുമ്മാ ചുട്ടാ മതി. മനസ്സിലായില്ല എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, എന്റെ ശരീരത്തായിട്ട് നിങ്ങളുടെ വക കറി പൗഡർ ഒന്നും ചേർക്കരുത്, അത് അതുപോലെ ചുട്ട് ജനത്തിന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ കളറ് വരാൻ നമ്മൾ പൊടിയൊന്നും മുക്കണ്ട, അതുപോലെ കൊടുത്താലേ വിടുതലുണ്ടാവുള്ളൂ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അയ്യോ, ആരൊക്കെയോ സുവിശേഷത്തിന് ഉപ്പ് ചേർക്കുന്നു, ആരൊക്കെയോ സുവിശേഷത്തിന്റെ കളർ ചേർക്കുന്നു. മസ്കറ്റിലെ സഭ പറ, ഞങ്ങൾ ആ മാംസത്തിൽ കളർ ചേർക്കത്തില്ല, ഞങ്ങൾ അത് അതുപോലെ തിന്നാൻ ഇറങ്ങിയതാ. ഹല്ലേലൂയ. നിന്റെ അടിമത്വം മാറണമോ? അത് അതുപോലെ തിന്നാൻ നീ തയ്യാറാകണം. അതുപോലെ. സ്തോത്രം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കി ഉണർന്നാണോ ഇരിക്കുന്നത്? എന്നെ ശ്രദ്ധിച്ചോളൂ. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, ആബീബ് മാസം ആടിനെ പിടിക്കണം. അറിയാലോ, ആബീബ്, സീവ്, സീവാൻ, തമ്മൂസ്, ആലേഫ്, കിസ്ലേവ്, തേബത്ത്, ശേബത്ത് അന്യഭാഷയല്ല, എബ്രായ മാസങ്ങളുടെ പേരാ. ഇങ്ങനെയാ പോണത്. 1-ാം മാസം 10-ാം തീയതി ആടിന്റെ കഴുത്തറത്തു. നാട്ടിൻപുറത്ത് ചെന്നാൽ ഇവിടെ കാണാൻ പറ്റിയില്ല. ഇവിടെ കോഴിയല്ല, ഉടുപ്പൊക്കെ ഊരി ഇല്ലാണ്ട് സിറ്റി സെന്ററിനകത്ത് കയറി ഇങ്ങനെ ചില്ലിനകത്ത് കിടക്കുക. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റിയില്ല, നാട്ടിൽ കാണാം. നാട്ടിൽ ചെന്ന് ചേട്ടാ 2 കോഴി എന്ന് പറയുമ്പോൾ ഈ കോഴിക്കടക്കാരൻ ഓടിച്ചെന്ന് വേറൊരു ഉടുപ്പ് എടുത്തിടും. വേറൊരു ഉടുപ്പ്. ഏതുടുപ്പാണെന്നറിയോ? രക്തം പറ്റിയൊരു ഉടുപ്പ്. അതെന്തിനാണെന്നറിയോ? അത് ഈ കോഴിക്കിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓടിച്ചെന്നൊരു കോഴിയെടുത്തിൻ്റെ കഴുത്ത് കിടാന്ന് ഞൊട്ടിച്ച് അങ്ങോട്ടിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കോഴി അവിടെ കിടന്ന് മരണോപ്രാളത്തെ പിടച്ചിട്ട് ഈ മനുഷ്യന്റെ ഉടുപ്പ് മുഴുവൻ ചോര തെറിക്കും. അങ്ങനെ ഒരു ചോര തെറിച്ച ഉടുപ്പ് എല്ലാ കോഴിയുടെ കടയിലും കാണും. കോഴിക്കച്ചവടക്കാരൻ പറയാം, ഞാനാ നിന്നെ കാശ് കൊടുത്ത് മേടിച്ചത്, എന്റെ ദേഹത്ത് ചോര തെറിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ കോഴി ശ്രദ്ധിക്കുന്ന കാര്യം അതിന്റെ മരണോപ്രാളത്തിൽ കിടന്ന് അടിക്കുമ്പോൾ തെറിച്ചിരിക്കും ഉറപ്പ്. അതുകൊണ്ടാണ് പുള്ളി നല്ല ഉടുപ്പിന്റെ മേളിൽ ചോര തെറിക്കുന്ന ഒരു ഉടുപ്പിടുന്നത്. ഓക്കെ, അങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ ഇസ്രായേലിലെ കുടുംബങ്ങളോട് ദൈവം പറഞ്ഞു, ഓരോരുത്തൻ വീട്ടിൽ ആടിനെ എന്ത് ചെയ്യണം? പറഞ്ഞേ, ആടിനെ അറുക്കണം. ചില അച്ഛന്മാരുണ്ട് വീട്ടിൽ ആടിനെ ഇറക്കാൻ കിട്ടുകയല്ല. നാട്ടിൻപുറത്തെ കാര്യം ഞാനീ പറയുന്നത്. വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് കവല ചെന്ന് 2 കടല തിന്നണം. എവിടെയേ കൂവുന്നത്? സന്ധ്യാസമയത്ത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ചിലരെ വീട്ടിൽ കാണുകയില്ല. അവർക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കണം. തമ്പുരാൻ പറഞ്ഞു, വിടുതൽ വേണമോ? സന്ധ്യാസമയത്ത് നീ വീട്ടിൽ കാണണം, എന്നിട്ട് ആടിനെ ഇറക്കണം. ആ വീട്ടിൽ അന്ന് ആടിനെ ഇറക്കേണ്ടത് ആരാന്നറിയോ? കുടുംബത്തിന്റെ നാഥൻ. ആമേൻ പറഞ്ഞേ. ആരാ ആടിനെ ഇറക്കേണ്ടത്? കുടുംബത്തിന്റെ നാഥൻ. അവിടെ ആടിനെ ഇറത്താൽ ആരാ ഇറക്കേണ്ടത്? പറഞ്ഞോ. കുടുംബത്തിന്റെ നാഥൻ. കുടുംബത്തിന്റെ നാഥൻ. അപ്പൊ നിങ്ങൾ പറ, കുടുംബത്തിന്റെ നാഥൻ ആടിനെ ഇറക്കുമ്പോ ആ ആട് കിടന്ന് പിടയ്ക്കാതിരിക്കാൻ പിടിച്ചു കൊടുക്കേണ്ടത് ആരാന്നറിയോ? ചത്താലും ഞാൻ പിടിച്ചു കൊടുക്കുക. അമ്മമ്മ പിടിച്ചു കൊടുക്കണം, അച്ഛൻ കഴുത്തിറക്കണം. ഈ കാലിട്ടടിച്ച് അവിടെ മുഴുവൻ നാശമാക്കാതിരിക്കാൻ പിള്ളേരും കൂടെ കൂടി പിടിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അപ്പൊ ഈ കഴുത്തറപ്പ് എന്ന് പറയുന്നത് ചെറിയ കേസല്ല. അച്ചായൻ കഴുത്തിറക്കും, അമ്മ ആടിന്റെ ഉടലെ ആഞ്ഞു പിടിക്കും.
പിള്ളേര് കാലിലും കയ്യിലും കൂടെ പിടിക്കും. ഈ കഴുത്തങ്ങ് അറുത്ത് വരുമ്പോൾ ഒറ്റ കാര്യം, ആടിന്റെ ജീവൻ പോയി വരുമ്പോൾ വീട്ടുകാരുടെ എല്ലാം ദേഹത്ത് ചോര തെറിച്ചിരിക്കും. ഒരാമയും പറഞ്ഞേ. നമ്മൾ വരുമല്ലേ ദൂതിലോട്ട്. ഈ കഴുത്തറത്ത് കഴിയുമ്പോൾ ആടിനോട് പറയുക, ആടെ നല്ല ഉടുപ്പാണ്, കാശ് കൊടുത്ത് മേടിച്ചതാണ്, ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടാണ്, പാർക്കവന്യുവിന്റെ പാൻറ്റാണ്, വില കൂടി അക്കോബയുടെ ചുടിദാറാണ്. വൈഫ് പറഞ്ഞ് കേട്ടതൊക്കെ കേട്ടോ, സ്വത്രം. ആമേൻ. അതാണ് അല്ല ഇതാണ് എനിക്കറിയാൻ പറ്റില്ല എന്നതൊക്കെയാണ്. ദൈവമേ സ്വത്രം. തെറിപ്പിക്കരുത് കേട്ടോ. ആടിന് മരണവപ്പറളം അത് കറങ്ങി ഒരൊറ്റയടി എല്ലാവന്റെ ദേഹത്ത് ചോര തെറിച്ചു. എനിക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. കാര്യം പെസഹായുടെ 1-ാം ഘട്ടമെന്ന് പറയുന്നത് ചോര തെറിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാ. ആരുടെ ചോര? ആമേ ഊനമില്ലാത്ത ആടിന്റെ ചോര. എത്ര പേര് ആമേ പറയുന്നു? ഊനമില്ലാത്ത ആടിന്റെ ചോര. അതേത് ചോരയാണ്? ആ ചോരയെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം. എല്ലാവരുടെയും ദേഹത്ത് തെറിച്ചില്ലേ? ഓക്കെ, മൊത്തം എന്റെ ഭാഷ പറഞ്ഞാൽ രക്തത്തിന്റെ അടയാളം കിട്ടി. ആമേൻ പറഞ്ഞേ. ഇല്ല, ആമേൻ കൊള്ളുക. നല്ല ആമേൻ. രക്തത്തിന്റെ അടയാളം കിട്ടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ആ മാംസം ചുട്ട് നിങ്ങൾ തിന്നുകയും കൂടെ ചെയ്തോണമെന്ന്. ഏതിന്റെ മാംസം? ഓക്കെ, അവരത് തിന്നു. ഇപ്പൊ മാംസം എവിടെ ചെന്നു? ഒന്ന് പറയുന്നത് എന്തുവാ ഇത്? മാംസം എവിടെ ചെന്നു? രക്തം എവിടെ പറ്റി? ഒന്നുകൂടെ ചോദിക്കുന്നത്, മാംസം എവിടെ ചെന്നു? രക്തം എവിടെ പറ്റി? പുറത്ത് രക്തം, അകത്ത് മാംസം. പുറത്ത് രക്തം, മാംസം. അകത്ത് മാംസം, പുറത്ത്. അകത്തെ മാംസം കുഞ്ഞാടിൻ്റെത്, പുറത്തെ രക്തം കുഞ്ഞാടിൻ്റെത്. മാംസം അകത്ത് ചെന്നപ്പോ അകത്തെ കെട്ടം കഴിഞ്ഞു. ആമേൻ പറഞ്ഞില്ല. പുറത്ത് രക്തം പറ്റിയപ്പോ പുറത്തെ കെട്ടം കഴിഞ്ഞു. സത്യത്തിൽ മിസ്രൈമിൽ നിന്ന് ബന്ധനം അഴിച്ചത് മോശയല്ല, ആടുമായിട്ടുള്ള ബന്ധമാണ് മിസ്രൈമിന്റെ ബന്ധനം അഴിക്കുന്നത്. ഇന്ന് രാത്രി ചിലരുടെ അകത്ത് കുഞ്ഞാടിന്റെ മാംസം പ്രവർത്തിക്കാൻ പോകുകയാണ്. എത്ര പേര് അക്കാരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു? ആരെയൊക്കെയോ ഭക്ഷണം കൊടുത്ത് വശത്താക്കി, ആരുടെയൊക്കെയോ ഭാവി ഭക്ഷണം കൊടുത്ത് മുടിച്ചു. ആത്മാവ് പറയുന്നു, കന്നുകടിയന്റെ അപ്പം നിന്റെ ഉദരത്തിൽ ആണലി വിഷം പോലെ ഫണം വരിച്ചു നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ കാരണം കൂടാതെയുള്ള കോപം, മാനസിക വിഭ്രാന്തി, ആമേ കുടുംബ തകർച്ച വരുത്തി നിന്റെ സ്വഭാവത്തെ മറിക്കുന്ന ആ ശാപത്തിന്റെ അപകർഷണത്തിന്റെ മേൽ കുഞ്ഞാടിന്റെ മാംസം ഇന്ന് രാത്രി വെളിപ്പെട്ട് ബന്ധനം അഴിയുകയാ. നാളുകൾക്ക് മുമ്പേ നിന്നെ രോഗിയാക്കുവാൻ നിന്റെ ശരീരത്തെ ബന്ധിച്ച, നിന്റെ ഉദരത്തെ ബന്ധിച്ച, നിനക്ക് ഭയം വരുത്തിയ, നിന്റെ ഭർത്താവിനെ മദ്യപാനിയാക്കിയ ആ ശാപത്തിന്റെ കേട്ട് യേശുവിന്റെ രക്തത്തിൽ ഇപ്പോൾ പോരാ കരമടിച്ച് ശക്തിയോടെ അൽബനായിദസ് ഏതൊക്കെയോ ശരീരത്തിൽ നിന്ന് പിശാചം നിക്ഷേപിച്ചത്, അന്ധകാരം നിക്ഷേപിച്ചത്, ആ പിതാവിനെ തന്നത്, നേർച്ചക്കാരൻ തന്നത് അഴിയുന്നു. കരമടിച്ചോ. അതഴിയുന്നു. ആ മാനസിക വിഭ്രാന്തി, ആ ഭയം, ആ ആതുരത ഇത് പോരാ. കമാൻ അൽബനായിദസ്. ചില കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുകയാണ്. കാരണം കൂടാതെയുള്ള ഭയം, കുടുംബ തകർച്ച, ആകുലത. ശക്തിയോടെ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടി കുറെ കർത്തൃദാസന്മാർ അവരുടെ വീട്ടിൽ ചെന്നു. 10ാം ക്ലാസ്സിലോട്ട് ജയിച്ച കുഞ്ഞ് 2 മാസമേ സ്കൂളിൽ പോയുള്ളൂ. പിന്നെ സ്കൂളിൽ പോയിട്ടേ ഇല്ല. കേൾക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി കെട്ട് പൊട്ടാൻ പോവാ. സ്വോത്രം പറഞ്ഞേ.
ആരാ നിന്റെ അടുത്തിരിക്കുന്നത്? നിന്റെ കുടുംബക്കാരാണോ? ഉണ്ടെങ്കിൽ അവരോട് പറ, കിട്ടുന്ന എനിക്കറിയാം ചിലർക്ക് കാരണം കൂടാതെ വരുന്ന ഭയം. ഓ കുഞ്ഞാട് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങാൻ പോവാ. നിങ്ങൾ സ്വോത്രം പറയാതെ പിന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യോഗം ആമേ സഭ വെച്ചതല്ല, ഇത് പരിശുദ്ധാത്മാവ് കൊടുത്ത യോഗമാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? അവർ മാത്രം ആ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ആ കർത്തൃദാസന്മാർ ആ വീട്ടിൽ ചെന്നു. എനിക്കറിയാം ഈ യോഗം കഴിഞ്ഞ് ദൈവദാസന്മാർ സമയമിച്ചമില്ലാതെ പായാൻ പോകുകയാ. തുടരെ തുടരെ. ഒരു സന്തോഷമില്ലല്ലോ? അങ്ങോട്ട് വരുവാ. തുടരെ തുടരെ ഫോൺ വരും, തുടരെ തുടരെ പോവും. റെനി പാസ്റ്റർ ചിരി സൈക്കിളിൽ നിന്ന് വീണ ചിരിയാ. നല്ല ചിരി ചിരിച്ചേ. ആമേൻ. എല്ലാരും കാണുക സൈക്കിളിൽ നിന്ന് വീഴും ഒരു ചമ്മിയ ചിരിയില്ലേ? നല്ല ചിരി ചിരിച്ചേ. തുടരെ തുടരെ ഫോൺ വരും. എങ്ങനെയാണ്ടി പറഞ്ഞു? തുടരെ തുടരെ. ഇവരവിടെ ചെന്നു. ഈ പെങ്കൊച്ചിനെ കണ്ടു. അയ്യോ, മാലാഖയെ പോലെ സുന്ദരിയായൊരു കൊച്ച്. പക്ഷെ കണ്ടാൽ സങ്കടം വരും. അവളുടെ കയ്യിൽ കത്രിക കിട്ടിയാൽ അവളുടെ മുടി മുറിച്ചു കളയും. നീളമുള്ള മുടി മുഴുവൻ മുറിച്ചു. വല്ലാതെ വല്ലാതെ. ബ്രഷ് ചെയ്യാൻ രാവിലെ ബ്രഷ് എടുത്ത് കയ്യിൽ കൊടുത്താൽ വായിക്കകത്തൊന്നും ചോര തുപ്പിയാലും ബ്രഷ് ചെയ്ത് അവളെ നിർത്തത്തില്ല. അവളുടെ പല്ലിന്റെ മോണകൾ ആകമാനം പൊട്ടി പഴുത്തിരിക്കുകയാണ്. ബ്ലേഡ് കൈ കിട്ടിയാൽ ചിരിച്ചുകൊണ്ട് കയ്യിലെ ഞരമ്പ് മുറിക്കും. ഒരു കയറ് കയ്യിൽ കിട്ടിയാൽ കഴുത്തിൽ കുടുക്കിട്ട് വലിക്കും, കണ്ണുമിഴിക്കും. ഓടുന്ന വാഹനം കണ്ടാൽ അതിന്റെ മുൻപിലേക്ക് എടുത്തു ചാടും. ആറ്റുനോറ്റ് ഉദരത്തിലിട്ട് കാത്തിരുന്ന് ഉലകത്തിന് സമ്മാനിച്ച് ആഹാരം കൊടുത്ത് അഴുക്കിൽ നിന്ന് സംരക്ഷിച്ച് വസ്ത്രം അലക്കി ഉടിപ്പിച്ച് കൊണ്ടുവന്ന അമ്മയുടെയും അപ്പന്റെയും നെഞ്ചും കൂട് നീറാൻ തുടങ്ങി. എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? എത്ര പേര് സ്തോത്രം പറഞ്ഞു തുടങ്ങുന്നുണ്ട്? ഹല്ലേലൂയ. അവരാ കർത്തൃദാസന്മാരോട് ചോദിച്ചു, അയ്യോ എന്തോ പറ്റിയതാന്ന് അറിയത്തില്ല. എന്നിട്ട് അമ്മ പറഞ്ഞൊരു പദമുണ്ട്, എന്റെ പാസ്റ്ററേ, ഞങ്ങളാരെയും ഇന്ന് വരെ ഉപദ്രവിച്ചിട്ടില്ല. നീ ആരെയും ഉപദ്രവിക്കാത്തത് കൊണ്ട് നിന്നെ ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള നിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, അത് മാറ്റിക്കോ. പലരും നിന്നെ ഉപദ്രവിക്കുന്നത് നീ തിരിച്ചുപദ്രവിക്കാത്തത് കൊണ്ടാ. Praise God. ആമേൻ. കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കൊച്ചിന്റെ ശരീരത്തിനകത്ത് ഒളിച്ചിരുന്ന ദുർഭൂതം അലറി വെളിപ്പെടാൻ തുടങ്ങി. അയ്യോ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ഒരു ഭദ്രകാളി അലറുന്ന പോലെ മുറിക്കകത്ത് അലറാൻ തുടങ്ങി. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളാൻ തുടങ്ങി. ആമേ. ആത്മാവിൽ കർത്തൃദാസന്മാർ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രി ആരൊക്കെയോ എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവാത്മാവ് പറയുന്നു, നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ തലമുറയുടെ സ്ഥിരാധമനികളിൽ ആ ശക്തി ഇന്ന് രാത്രി ഇറങ്ങാൻ പോകയാ. വിശ്വസിക്കുന്നവർ അൽബാനിയ സദാനിയ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, പിശാച് മുടക്കിയ ചില ഭാവി ഇന്ന് രാത്രി ദൈവം പൊട്ടിച്ചു വിടാൻ പോകയാ. പിശാച് ഒതുക്കിയ ചില നന്മകൾ ഇന്ന് രാത്രി പൊട്ടിക്കുന്നു. ഈ കൊച്ചിന്റെ അകത്തിരിക്കുന്ന ദുർഭൂതം പറയുകയാ, ഇവളെ സ്കൂളിൽ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. എത്ര പേർ കേട്ടു? ഇവളെ സ്കൂളിൽ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. അഭിഷിക്തന്മാർക്ക് മനസ്സിലായി ഈ ബന്ധനം ഇവളുടെ വിദ്യാഭ്യാസത്തിനെതിരെ വെളിപ്പെട്ടതാ. ഹല്ലേലൂയ. ഇതൊരു നല്ല രാത്രിയാ. എന്താ ഈ രാത്രിയുടെ പ്രത്യേകത? നീ കാത്തു വളർത്തിയ നിന്റെ സന്താനത്തിന്റെ മേൽ കുഞ്ഞാടിന്റെ ശക്തി ഇറങ്ങുന്ന രാത്രിയായത്. ഇത് സ്തോത്രം കൊള്ളുക. നല്ല സ്തോത്രം പറഞ്ഞു. കൈകെട്ടിയിരിക്കണം. നല്ല സ്തോത്രം പറഞ്ഞു. മക്കളെ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലം ഇന്ന് രാത്രി പറ, എന്റെ തലമുറ പിശാചിനുള്ളതല്ല, എന്റെ തലമുറ ശക്തിയോടെ എന്റെ ശരീരം, എന്റെ തലമുറ, എന്റെ വീട്, എന്റെ വാഹനം, എന്റെ ആരോഗ്യം ഇത് പിശാചിനുള്ളതല്ല, ഇത് ദൈവത്തിന്റെ തത്വം. കർത്താവിന്റെ ദാസന്മാർക്ക് മനസ്സിലായി ഇത് കൊച്ചിന്റെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ പോരാട്ടമാണ്. ആമേൻ, ആമേൻ.
ആമേൻ. ദുരാത്മാവിന്റെ അകത്തിരിക്കുന്ന വാർത്തകൾ അവർ ആത്മാവിൽ ചകഞ്ഞു പിടിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. 5ാം ക്ലാസ് മുതൽ ഈ കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന വേറൊരു കുഞ്ഞുണ്ട്. ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും അവൾക്കാണ് മാർക്ക് കൂടുതൽ. പക്ഷെ എപ്പോൾ ഫൈനൽ എക്സാം എഴുതുന്നോ അപ്പോൾ ഈ കൊച്ചിനാണ് മാർക്ക് കൂടുതൽ. ഇത് 4 വർഷം അവളുടെ അമ്മ സഹിച്ചു. ആരുടെ അമ്മ? കൂട്ടുകാരി കൊച്ചിന്റെ അമ്മ 4 വർഷം സഹിച്ചു. 5ാമത്തെ വർഷം 10ാം ക്ലാസ് വന്നപ്പോൾ അവളുടെ അമ്മ ഒരു തീരുമാനമെടുത്തു, ഇവൾ എന്റെ കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ പാടില്ല. ആമേൻ. ബർത്ത്ഡേ സ്വീറ്റാന്ന് പറഞ്ഞൊരു ഭക്ഷണം കൊടുത്തു വിട്ടു. കൊടുക്ക നിന്റെ കൂട്ടുകാരിക്ക്. ആ കുഞ്ഞതെന്ന് കഴിച്ചോ അന്ന് മുതൽ ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല. മനസ്സറിയ നിന്റെ കൊച്ചുങ്ങളെ പലതും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ചിലതും കൂടെ പഠിപ്പിച്ചു വിട്. വെച്ച് നീട്ടുന്നതെല്ലാം കൈ നീട്ടി വാങ്ങിക്കരുത്. കാണുന്ന ഇടങ്ങളിലെല്ലാം കയറി വിശ്രമിക്കരുത്. കാര്യം നിന്റെ തലമുറ വാഗ്ദത്തമുള്ളതാണ്. എത്ര പേര് ഹല്ലേലൂയ പറയുന്നു? ആരൊക്കെയോ ചോദിക്കുന്നു, ഹോസ്റ്റൽ നല്ലതാണോ? എനിക്കറിയില്ല. ആത്മസാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഏത് നരകവും കൃപയുള്ളവന് നല്ല സ്ഥലമാണ്. പക്ഷെ ഒരു കാര്യം, ആരുടെയൊക്കെയോ ഭാവി തകർക്കാൻ പിശാച് ഒരുക്കിയ രഹസ്യ അജണ്ട ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി പൊളിക്കാൻ പോകയാ. ഈ കയ്യടിക്ക് കെട്ട് പൊട്ടുകേല. ആൽബനായത് പോരാ പോരാ. എവിടെയോ തലമുറകളെ കേട്ടഴിയുകയാ. എവിടെയോ മോശമാര് വളരട്ടെ, എവിടെയോ യോശുവമാര് വളരട്ടെ. ഇന്ന് രാത്രി കേട്ടഴിയുകയാ. കാരണം കുഞ്ഞാടിന്റെ രക്തം, കുഞ്ഞാടിന്റെ മാംസം നിന്റെ തലമുറയുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങുന്നു. ഇത് പോരെ ആരാധന. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലതിനെ സ്വതന്ത്രമാക്കുകയാ, ചിലതിനെ കെട്ട് ദൈവാത്മാവ് അഴിക്കുകയാ, ചിലതിനെ കെട്ട് ദൈവാത്മാവ് അഴിക്കുകയാ, ചിലതിന്റെ ബന്ധനങ്ങളെ ദൈവാത്മാവ് അഴിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, കുഞ്ഞാടിന്റെ മാംസം. ഇത്രയും കാണിച്ചാലും പറയാൻ അറിയാൻ മേല. ഉദരത്തിൽ കുഞ്ഞാടിന്റെ രക്തം പുറത്ത് കെട്ടഴിഞ്ഞു. ജനം അവിടുന്ന് വിടുവിക്കപ്പെടുകയാ. എന്താണ് പെസഹ? പെസഹ എന്താണ്? ആടിന്റെ കരച്ചിലല്ല പെസഹ. അയത്തോട് രാമൻ പറയും, ആടിന്റെ നിലവിളി അല്ല പെസഹ, ആടിന്റെ മാംസക്കഷണമല്ല പെസഹ. പെസഹ വിമോചനത്തിന്റെ ശബ്ദമാണ്. എത്ര പേര് ഹല്ലേലൂയ പറയുന്നു? ഹല്ലേലൂയ. ഈ പെസഹയാണ് മിസ്രൈമിൽ നടന്നത്. പെസഹ കഴിഞ്ഞു, ജനത്തിന്റെ കെട്ടഴിഞ്ഞു, ജനം പുറത്തേക്ക് വന്നു. ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുവന്നു. സീനായുടെ നെറുകയിൽ കൽപ്പന കൊടുത്തു, കൽപ്പന കൊടുത്തു, ഉത്സവം കൊടുത്തു, ആരാധന കൊടുത്തു. അതിൻ്റെ അകത്ത് പെസഹ തലതൊട്ടപ്പനെ പോലെ കേറിക്കൂടി. പെസഹ വിമോചനത്തിന്റെ ശബ്ദം. 1-2 കാര്യം ഞാൻ ഓടിച്ചു പറയാം. ഈ പെസഹ കുഞ്ഞാട് ആര്? അത് തന്നെ എബ്രായ ലേഖനം പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് യേശു അത്രേ. അടുത്തിരിക്കുന്നവരുടെ കരം തൊട്ട് പറ, നമ്മുടെ പെസഹ കുഞ്ഞാട്, നമ്മുടെ പെസഹ കുഞ്ഞാട് യേശു അത്രേ. പറഞ്ഞില്ല കുഴപ്പന്മാര്. നമ്മുടെ പെസഹ കുഞ്ഞാട് യേശു അത്രേ. നമ്മുടെ പെസഹ കുഞ്ഞാട് യേശു അത്രേ. കുഞ്ഞാടിനെ കൊണ്ട് എന്ത് ഗുണം? 2-3 കാര്യം കമ്പിവാചം പോലെ പറഞ്ഞിട്ട് ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരികയാ. ഒന്ന്, മോറിയ മലയുടെ നെറുകയിൽ ഒരു കുഞ്ഞാട് അവിടെ കിടന്നത് കൊണ്ടത്രേ ഇസഹാക്കിന്റെ മരണം മാറിയത്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാടിനെ നീ കണ്ടാൽ നിന്റെ മരണം വഴിമാറുകയാ.
രണ്ട്, ഒരു കുഞ്ഞാടിനെ കഴുത്തറത്ത് കറിവെച്ചത് കൊണ്ടാണ് യാക്കോബിന് അനുഗ്രഹം കിട്ടിയത്, ജ്യേഷ്ഠാവകാശം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉയരാതെ അനിയനായി പോകേണ്ട നിന്നെ ഇത്രത്തോളം ഉയർത്തിയത് ഈ കുഞ്ഞാടാണ്. എത്ര പേര് സ്വതന്ത്രം പറയുന്നു? കുഞ്ഞാട്, നീ അറുക്കപ്പെട്ടു. ഓക്കെ, ഈ കുഞ്ഞാടാണ് പെസഹ. ആമേൻ പറഞ്ഞേ. ആ പെസഹ കർത്താവ് ആചരിക്കാൻ പോവുകയാണ്. കാലത്തിന്റെ കടന്നുപോക്കിൽ മിസ്രൈമിൽ കഴുത്തറത്തെ ആടിന്റെ ഓർമ്മയും കൊണ്ട് 4000 വർഷം നടന്ന ഒരു ജനത്തിന്റെ നടുവിൽ അവർ ഇന്നുവരെ അറുക്കാത്തത്, ആമേൻ, ഒരു സാധനം കർത്താവ് കയ്യിലെടുക്കാൻ പോവുക. ഇവിടെ ശ്രദ്ധിച്ചോണേ, 4000 വർഷം അപ്പന്മാർ ആടിനെ അറുത്തപ്പോൾ യേശു പെസഹായ്ക്ക് ഒരു മുറിക്കകത്ത് അപ്പം നുറുക്കാൻ തുടങ്ങി. അവിടെ അറുക്കുന്നു, ഇവിടെ നുറുക്കുന്നു. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. അറുക്കുമ്പോൾ, ആമേൻ, ഏത് വസ്തുവിനെ അറുക്കുന്നോ അതിന്റെ ദേഹത്ത് അറുക്കുന്നവർ തൊടണ്ട, വാള് തൊട്ടോളും. പക്ഷെ നുറുക്കുമ്പോൾ അതല്ല. നുറുക്കുമ്പോൾ വാളല്ല തൊടുന്നത്, നുറുക്കുന്നവന്റെ കരമാണ് തൊടുന്നത്. അത്ര മറക്ക് മനസ്സിലായി തുടങ്ങി വരുന്നുണ്ട്. ആമേ, അറുക്കുക നുറുക്കുക രണ്ടും രണ്ടത്ര. ഇന്ന് രാത്രിയിലും ഞാൻ ആരോടൊക്കെയോ പറയുന്നു, ആമേ, നിന്നെ ദൈവം അറുക്കത്തില്ല, അവൻ നിന്നെ നുറുക്കുകയാണ്. എത്ര പേര് സ്തോത്രം പറയുന്നു? ആ നുറുക്കുമ്പോൾ നിനക്കൊരു സുഖമുണ്ട്. കാരണം എന്നറിയാമോ? നിന്നെ പിടിച്ചിരിക്കുന്നത് അവന്റെ കരത്തിൽ തന്നെയാണ്. അയ്യോ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര പേര് പറയോ? അവൻ എന്നെ അറുക്കുകയല്ല, അവൻ എന്നെ നുറുക്കുകയാണ്. ഇന്ന് രാത്രി വേദനിക്കുന്ന ആരാണ്ടൊക്കെ ഉണ്ട് ഇവിടെ. അവരോട് ആത്മാവ് പറയുന്നു, അറുക്കുകയല്ല, പിന്നെ ഒച്ചത്തിൽ പറഞ്ഞേ, നുറുക്കുകയാ. ഈ അപ്പം കയ്യിലെടുത്ത് കർത്താവ് നുറുക്കാൻ പോകുക. ഓക്കെ, ഞാൻ ആ മർമ്മത്തിലേക്ക് വരാൻ പോകുകയാ. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, നിങ്ങൾ ചെല്ല്, കുടത്തിൽ വെള്ളവുമായി ഒരുത്തൻ തിരിച്ചു വരും. ആമേൻ പറഞ്ഞേ. അടയാളം എന്നതാ? കുടത്തിൽ വെള്ളം. എപ്പോഴും നമ്മൾ ആ ടോപ്പിക്കിൽ വന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ അടയാളം പറയുമ്പോൾ നമ്മൾ പറയുന്ന അടയാളം ആവശ്യക്കാരനെ കണ്ടുപിടിക്കണമെങ്കിൽ അതൊന്നു മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്നൊരു വഴിയുണ്ട്. പോയിട്ടുള്ളവർക്കായിട്ട് സ്തോത്രം, പോകാത്തവർക്കായിട്ടും സ്തോത്രം. ചെങ്ങന്നൂരിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്നൊരു വഴിയുണ്ട്, നല്ല റബ്ബറൈസ്ഡ്, നല്ല സൂപ്പർ. ആരെങ്കിലും പോയിട്ടുണ്ടോ? അയ്യോ, മുഴുവൻ ചെങ്ങന്നൂരാ. ഓക്കെ, ആ വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരയാൽ മരങ്ങൾ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത് ആ റോഡിലാണ്. അവിടെ ഒരാൾ യോഗത്തിന് വിളിച്ചു പറയാ, പാസ്റ്ററെ, ആലിന്റെ അവിടെ നിന്ന് വലത്തോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ 1000 ആലിന്റെ അവിടെ നിന്ന് ഞാൻ തിരിയേണ്ട വരും. കാര്യം അവിടെ മൊത്തം എന്താ പറഞ്ഞേ? ആലാ നിൽക്കുന്നത്. അപ്പൊ കുമരകത്ത്, ഞാൻ കുമരകത്ത് താമസിക്കുമ്പോൾ കുമരകത്ത് മൊത്തം പാലമാ, മൊത്തം പാലമാ. ആളുകളോട് പറയാ, പാലത്തെ കയറി വലത്തോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ കയറി കയറി ഇവന്റെ ഊപ്പാട് വരും. കുമരകത്ത് തന്നെയല്ല, ഉല്ലലയിലും പാലമാ. എവിടെ? കയറി കയറി ചിലർ വഴി പറയുന്നതാ, പശു നിൽക്കുന്നിടത്ത് നിന്ന് വലത്തോട്ട് പോന്നാൽ മതി. പശു അവിടെ നിൽക്കുവോ? അത് ഭ്രാന്ത് പിടിച്ച് എങ്ങോട്ട് പോകണമെന്ന് ഓർത്ത് നിൽക്കുക, അത് വായും. അപ്പൊ വഴി അടയാളം ഇത് പറയുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചോണം. ഈ പറയുന്നത് കറക്റ്റായിട്ട് പിടിച്ചോണം. കർത്താവ് പറഞ്ഞൊരു അടയാളം കേട്ടോ, കുടത്തിൽ വെള്ളവുമായി ഒരുത്തൻ വരും, അവന്റെ പുറകെ കൂടിക്കോണം. ഒരാമയും പറഞ്ഞേ. ഇനി ഞാൻ പറഞ്ഞ വളരെ ഗൗരവമായിട്ട് കേട്ടെ, കുടത്തിൽ വെള്ളവുമായിട്ട് റോട്ടിൽ കൂടെ ഒരുത്തൻ വരണമെങ്കിൽ ഒരിക്കലും നടക്കുകയില്ല. കാര്യം ജലക്ഷാമം ഉണ്ടാകുന്നത് ഒരു വീടിനല്ല, ഒരു ദേശത്തിന് മൊത്തമാണ്. ആമേൻ പറയുന്നില്ല. അങ്ങനെ ജലക്ഷാമം ഉണ്ടാവുകയാണെ ഒരു 100 എണ്ണം കുടമായിട്ട് റോട്ടിൽ കാണും. ശിഷ്യന്മാരാരുടെ പുറകെ പോവും? മനസ്സിലാകുന്നില്ല. ഇനി രണ്ടാമത്തെ അസാധ്യത, അന്നത്തെ കാലത്ത് യഹൂദന്മാര് പരസ്യമായിട്ട് വെള്ളം ചുമക്കാറില്ല. ഇനി പെണ്ണ് കലക്ടറാണെന്ന് പറഞ്ഞാലും ആണ് വെള്ളം ചുമക്കുകയില്ല. ഇന്നത്തെ കാലത്ത് ചുമന്നില്ലെങ്കിൽ പണി കിട്ടും. ഈ ദൂത് മറന്നേക്ക്. സ്തോത്രം. ചായയൊക്കെ എങ്ങനെ ഇടേണ്ടെന്ന് മര്യാദയ്ക്ക് പഠിച്ചോണം. കടുപ്പത്തിൽ ചായ ഇട്ട് പഠിച്ചോ, ഇല്ല കടുപ്പത്തിൽ കിട്ടും. സ്തോത്രം. കാര്യം കാലം മാറിയില്ലേ.
അതാണ് കാലം മാറി, അതാ ഇവിടുത്തെ പ്രശ്നം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. അന്ന് യഹൂദന്മാര്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്, അതിന്റെ കാരണം സ്ത്രീയുടെ തല പറഞ്ഞോ ഇവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്കൊന്ന് പറഞ്ഞ് സന്തോഷിക്കാം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇങ്ങനെയായി ഈ സിസ്റ്റം. അതുകൊണ്ട് അവർ പുരുഷന്മാർക്ക് അസാധ്യ വില കൊടുത്തു. അതാ ഈ പുരുഷന്മാരെല്ലാം ഇങ്ങനെയായി പോകാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. പരസ്യമായിട്ട് വെള്ളം ചോദിക്കും. പക്ഷെ കർത്താവ് പറയാ, ഒരു പുരുഷൻ പരസ്യമായിട്ട് വെള്ളവും കൊണ്ടുവരും. കേട്ട ശിഷ്യന്മാർക്ക് വേണേ പോകാതിരിക്കാൻ കാര്യം, യഹൂദൻ പരസ്യമായിട്ട് എന്ത് ചെയ്യത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാ പറയുന്നു, കർത്താവ് പറയുന്ന കാര്യം ഇന്നലെ വരെ സംഭവിച്ചിട്ടില്ലെങ്കിലും അവൻ പറഞ്ഞതുകൊണ്ട് അതിന്ന് സംഭവിക്കാൻ പോവാ. ഇന്ന് വരെ ആരെങ്കിലും വെള്ളം ചുമന്നിട്ടുണ്ടോ ഇല്ലോ എന്ന് നീ അറിയണ്ട. പക്ഷെ അവൻ പറഞ്ഞതുകൊണ്ട് ഇന്നൊരുത്തൻ വെള്ളം ചുമക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിക്കാളി ഉച്ചയിൽ കുത്തിക്കേറി നിൽക്കുമ്പോൾ കർത്താവ് നിന്നോടോ ഇത് പാതിരാത്രിയാന്ന് പറഞ്ഞാൽ വെട്ടം കാണുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നീ പോകരുത്. അന്നേരം തലേനെടുത്തോണ്ട് ഉറങ്ങാൻ പോകണം. കാരണം എന്നറിയോ, ഇരുളും വെളിച്ചം ഉണ്ടാക്കിയ ആളാ പറഞ്ഞത് രാത്രിയാണ്. നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലേലും മിക്കവാറും എല്ലാം ഉറക്കമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരിക്കലും പുരുഷൻ വെള്ളം കൂടായിട്ട് വരികയില്ല. ഇന്ന് രാത്രി ആരോടോ അമ്മ ഭയങ്കര ഗൗരവമായിട്ട് പറയുക, ഇന്ന് വരെ നടക്കാത്ത കാര്യം അവൻ പറഞ്ഞതുകൊണ്ട് നടക്കാൻ പോവാ. ഈ ആമയം കൊണ്ടൊന്നും ഒന്നും നടക്കുകയില്ല, നടക്കാൻ പോവാ. സ്തോത്രം, സ്തോത്രം. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി, ഇന്നലെ വരെ ഒമാനിൽ നടക്കാത്തത് ഇന്ന് നടക്കാൻ പോകുക. ആമേൻ. ഓ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, നടക്കാത്തത് നടക്കാൻ പോവാ. കാരണം എന്നാന്നറിയോ, പറഞ്ഞതെന്റെ ഉടമസ്ഥനാ. ഓക്കെ, ഞാൻ ആ ദൂതിന്റെ ഇത് ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഈ വലുതാക്കി പറയുന്നതെന്നുള്ളൂ, നിങ്ങൾ കാര്യമൊക്കെ എടുക്കട്ടെ, ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ വെള്ളവും കൂടെ ആയിട്ട് ഒരുത്തം വരുന്നു, ശിഷ്യന്മാരങ്ങോട്ട് ചെല്ലുന്നു. അപ്പൊ ഈ ഒരാള് മാത്രം വെള്ളവും കുടമായിട്ട് റോട്ടിൽ വരണമെങ്കിൽ ഞാൻ ഇനി പറയുന്നത് പോലെ സംഭവിക്കണം. എങ്ങനെ? എല്ലാ വീട്ടിലും വെള്ളം ഉണ്ടാകണം. ഒരു വീട്ടിലെ മാത്രം വെള്ളം എന്ത് ചെയ്യണം? അന്യദേവന്മാരുടെ പുറകെ നടക്കുന്നവരുടെ വീട്ടിൽ വെള്ളമുണ്ട്. പാപം ചെയ്യുന്നവന്റെ കിണറ്റിൽ വെള്ളമുണ്ട്, മിണ്ടുന്നില്ല. കുർത്തക്കേട് കാണിക്കുന്ന അവന്റെ വീട്ടിലും വെള്ളമുണ്ട്. വാഗ്ദത്തോള്ള ഇവരുടെ കിണറ്റിലെ വെള്ളം മാത്രം വറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ചോദിക്കുക, കർത്താവേ, ഡ്യൂട്ടി കഴിഞ്ഞ് ഇല്ലാണ്ട് മണ്ണും കടിച്ച് തിന്ന് ചായയും കുടിച്ച് കട്ടിലിൽ കയറി തലയും കുത്തിക്കിടന്ന് ഉറങ്ങണ്ട ഞാൻ ഈ വണ്ടി ഓടിച്ച് മുട്ടം തണുപ്പത്ത് വന്ന് കൈ ഓടിച്ച് യോഗത്തിനിരുന്നിട്ട് എൻ്റെ കിണർ എന്നാ വറ്റുന്നത്? പ്രാർത്ഥിക്കാത്തവന്റെ കൊച്ച്, കുടിയന്റെ കൊച്ച്, പാപം ചെയ്യുന്നവന്റെ കൊച്ച് എൻട്രൻസ് എഴുതി ആ കൊച്ചിന്റെ റാങ്ക് 2000 വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ കൊച്ച് എൻട്രൻസ് എഴുതി 35,000. പ്രൈസ് ലോർഡ്. നമ്മൾ ചോദിക്കുന്ന, കർത്താവ് പറ്റോ അയൽവക്കക്കാരന്റെ കിണർ നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ കിണർ എന്നാ താന്ന് പോകുന്നത്? ചോദിച്ചവരാരാണ്ടൊക്കെ ഉണ്ട്, അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഈ ഒരു വീട്ടിലെ കിണർ മാത്രം താന്ന് പോകുകയാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. വലിയൊരു മാളികയുള്ള വീട്ടിലെ കിണറാ വറ്റുന്നത്. നിങ്ങൾ തിരിച്ചറിഞ്ഞോ? നല്ലതുപോലെ വെള്ളം കിട്ടാനില്ലെങ്കിൽ ആ മാളിക പുള്ളി അവിടെ പണിയല്ല. പണിയോ? ആമേൻ. എല്ലാ കെട്ടുപണികളും വെള്ളത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നല്ലൊരു കെട്ടിടം ഉണ്ടാകണമോ, നല്ലൊരു വെള്ളം. ആമേൻ. ഈ കോട്ടയത്ത് ആര് വസ്തു മേടിച്ചാലും ആദ്യം ചോദിക്കുന്നത് വെള്ളം കിട്ടുമോന്നാ. എല്ലായിടത്തും അങ്ങനെയാണെന്നാ എൻ്റെ വിചാരം. സ്തോത്രം. നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് പുള്ളി വീടുണ്ടാക്കിയത്. എന്നിട്ടും കിണർ വറ്റുകയാ. ഈ പുള്ളി എന്നും കിണറ്റിൽ ചെന്ന് നോക്കും. എന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരോട് ചോദിക്കും, നിങ്ങളുടെ കിണറ്റിൽ വെള്ളമുണ്ടോ? വെള്ളം തേണം മേളി വന്ന് നിൽക്കുക. ഞങ്ങളുടെ കിണറ്റിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നാ അമ്മ ചോദിച്ചു? ഓ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് താന്നോണ്ടിരിക്കുക, മിണ്ടുന്നില്ല. താന്നോണ്ടിരിക്കുക. ഈ പുള്ളിക്ക് വെപ്രാളമായി. പേ പിടിച്ച പട്ടിയെ പോലെ പരിക്കാത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. പിറ്റേ ദിവസം രാവിലെ ചെന്ന് പിന്നെ നോക്കുക, പിന്നെയും താഴുന്നു. പിന്നെയും താഴുന്നു. വെള്ളം അങ്ങ് അടി ചെന്നപ്പോൾ വീട്ടിലെ ബാല്യക്കാരൻ വന്നിച്ച് പറയുക, യജമാനനെ, നമ്മുടെ കിണറ്റിലെ വെള്ളം പറ്റി. പുള്ളി നെഞ്ചത്തടിച്ച്, തമ്പുരാനെ, ഇതെന്തൊരവസ്ഥ.
അവസാനം കിണറ്റിലെ വെള്ളം തീർന്നു വന്നപ്പോൾ കിണറിൻ്റെ അകത്ത് തന്നെ ഒരു കുഴി കുത്തി ചിരട്ടയ്ക്ക് വെള്ളം കോരി പുള്ളി. എന്നിട്ടും വീട്ടിലെ ആവശ്യത്തിന് തികയാതെ വന്നപ്പോൾ ലാസ്റ്റ് ആ വീട്ടുടമസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നാണം കെട്ടാലും തരക്കേടില്ല, വെള്ളം കുടിച്ചില്ലേ ചത്തുപോകും, അതുകൊണ്ട് നീ ഒരു കുടവും കൊണ്ട് വെള്ളം കോരാൻ പൊക്കോ. ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ഇന്ന് രാത്രി ഓർത്തോണേ, കിണർ ദൈവം വറ്റിച്ചത് എന്തിനാണെന്നറിയാമോ? ഇവിടുന്ന് ഒരുത്തനെ കുടവും കൊണ്ട് വെളിയിൽ ഇറക്കാനാ. കാര്യം നിന്റെ വാഗ്ദത്തം വഴി അറിയാതെ അവിടെ വന്ന് നിൽക്കുകയാ. ഓ, എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് ലൈറ്റ് കത്തിയത്. നിന്റെ കിണർ നിറഞ്ഞിരുന്നാൽ നീ ഒരിക്കലും കുടവും കൊണ്ട് വെളിയിൽ പോകത്തില്ല. ആമേ, കുടവും കൊണ്ട് നീ വെളിയിൽ പോയില്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാരെ നിനക്ക് കാണാൻ പറ്റില്ല. ചിലർക്കുണ്ടായ ചില ഞെരുക്കങ്ങൾ പുതിയൊരു വഴി തുറക്കപ്പെടുന്നതിനുള്ള തുടക്കമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. അയ്യോ, ഇത് പോരാ, നല്ലൊരാമേൻ പറഞ്ഞാട്ടെ. ആരാണ്ട് പറഞ്ഞു നിന്റെ കിണർ പറ്റുന്നത് ശാപം കൊണ്ടാണ്. വേറെ ആരാണ്ട് പറഞ്ഞു കിണർ പറ്റുന്നത് ആഭിചാരം കൊണ്ടാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ കിണർ പറ്റിയത് ശാപം കൊണ്ടല്ല, നിന്റെ കിണർ പറ്റിയത് ആഭിചാരം കൊണ്ടല്ല. ഇതുവരെ നീ കാണാത്തൊരു വിടുതൽ നിന്റെ വീട്ടിലേക്ക് വരുത്തുവാൻ അത് പിശാച് വറ്റിച്ചതല്ല. എന്റെ ദൈവം ശരിക്ക കാര്യങ്ങളെ അടിച്ച് പറ, എന്റെ നന്മ പിശാച് വറ്റിച്ചതല്ല, അത് ദൈവം അറിഞ്ഞു വറ്റിയതാണ്. കാരണം എന്റെ വീട്ടിലേക്ക് ഒരു വിടുതൽ വരാനുണ്ട്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ മേലാത്ത പ്രസംഗങ്ങളാ. നമുക്ക് പോരാട്ടം, പ്രശ്നം, ബന്ധനം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. വീടിന്റെ സ്ഥലം പറയുന്നില്ല. 33 ലക്ഷം രൂപ മുടക്കി വീട് പണിതു. അച്ചായൻ മിലിറ്ററിക്കാരനാ. ഞാനിവിടെ ഒരു യോഗം കഴിഞ്ഞ് നിന്നപ്പോൾ ആ അച്ചായൻ വന്ന് എന്നെ പിടിച്ചു വലിച്ച് പുള്ളിയുടെ കാറെ കയറ്റിക്കൊണ്ടുപോയി. എൻ്റെ വണ്ടി അനാഥപ്രേതം പോലെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കിടക്കുമ്പോൾ പുള്ളിയുടെ വണ്ടിയിൽ കയറി ഞാൻ പോവുക. എന്നെ പായിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ട് നിർത്തി. ഒരു കൂറ്റൻ വീട്. വീടിനകത്തോട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ വീട്ടിലെ അമ്മാമ്മ ഇങ്ങനെ പെരുവരലെ നിൽക്കുക, താഴെ നിൽക്കുന്നില്ല, പെരുവരലെ കുത്തി നിൽക്കുക. ഞാൻ ചോദിച്ചു എന്നാ വിഷയം? അന്നേരം ആ അങ്കിൾ എന്നോട്, എൻ്റെ പൊന്നു പാസ്റ്റേ, 33 ലക്ഷം രൂപ മുടക്കി വീട് പണിത് ആമേൻ. അന്ന് മുതൽ ആരോ ദൂത് പറഞ്ഞ് ഈ വീടിൻ്റെ അടി പാതാളമാണ്. ഹലോ, ആരാണ്ട് ദൂത് പറഞ്ഞ് ഈ വീടിൻ്റെ അടി പാതാളോ? അന്ന് തൊട്ട് ഇവള് തറയെ നിൽക്കുകയല്ല, ഇവള് പെരുവരലെ നിൽക്കുക. 33 ലക്ഷം രൂപയുടെ ഞാൻ പണിത വീട് വാടകയ്ക്ക് കൊടുത്തേച്ച് നമുക്ക് വേറെ വാടക വീട് എടുക്കാനാണ് ഇവള് പറയുന്നത്. ഞാൻ ആ അമ്മമ്മയോട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മ, ഈ വീടിൻ്റെ അടിയിൽ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വീടിൻ്റെ അടിയിലും പാതാളം തന്നെയാണ്. അയ്യോ, ഞാൻ ദൈവമക്കോട് പറയുന്നു, ബന്ധനമില്ലാത്തടത്ത് സ്ഥലം കിട്ടുവാണെങ്കിൽ എനിക്കും കൂടെ മേടിച്ചതാ. ദൈവത്തെ ഓർത്തൊരു 3 സെന്റ് സ്ഥലം. പിശാചില്ലാത്തടത്ത് വസ്തു കിട്ടുവാണെങ്കിൽ എനിക്കൂടെ താ ഒരു 3 സെന്റ് സമാധാനത്തോടെ താമസിക്കും. ഇവിടെ എല്ലായിടത്തും പോരാട്ടമാ, ഇവിടെ എല്ലായിടത്തും പ്രശ്നമാ. നിങ്ങൾ കണ്ടോ, ഇന്ന് രാത്രി നിങ്ങളുടെ ആക്കമൊന്ന് ഉറച്ചിട്ട് പറ, എന്റെ കിണർ പറ്റുന്നത് ശാപം കൊണ്ടല്ല. എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ശാപം കൊണ്ടല്ല. ഞാൻ കാണാത്തൊരു മണ്ഡലത്തിലേക്ക് എന്നെ കയറ്റാൻ വേണ്ടിയാണ്. എനിക്കറിയില്ല, ഇന്ന് രാത്രി കുറെ കുടുംബങ്ങളുടെ അന്തരീക്ഷം പരിശുദ്ധമാ മാറ്റാൻ പോകുകയാ. കുറെ കുടുംബങ്ങളുടെ അന്തരീക്ഷം ദൈവാത്മാവ് മാറ്റാൻ പോകുകയാ. ആരുടെയൊക്കെ ചരിത്രം മാറ്റി എഴുതുവാൻ പരിശുദ്ധാത്മ പേനായും കൊണ്ട് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഇറങ്ങിയിരിക്കുകയാ. അയ്യോ, നീ ഇതുവരെ കാണാത്ത ചിലത് കേക്ക്. ഗൗരവത്തിൽ ഞാൻ വരാം. എന്നോട് കൂടെയുള്ളവർ മാത്രം രാമൻ പറഞ്ഞേ. ഓക്കെ, ഈ വീട്ടിലെ വെള്ളം പറ്റി. ഇവൻ വെള്ളവും കൂടെ ആയിട്ട് റോട്ടിൽ ഇറങ്ങിയപ്പോ ഇവന്റെ കൂടെ വെള്ളം ചുമക്കാൻ ഒരാൾ പോലും ഇല്ല. അതല്ലേ നിന്റെ ഏറ്റവും വലിയ പരാതി? ഞാൻ ഒരുത്തൻ മാത്രം, അതല്ലേ പരാതി? അതെ, നിന്നെ ഒരുത്തനെ മാത്രമാ ദൈവത്തിന് വേണ്ടത്. യോ 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 ഇവന്റെ പുറകെ ശിഷ്യന്മാര് കൂടി. ആമേ, പുറകെ കൂടി 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 വീട്ടിൽ ചെന്നു. അവരുടെ വീടിനകത്ത് കയറി. ഒരു കൂറ്റൻ മാളിക. ഞാൻ ആ ദൂതിൽ വരിക. എന്നോട് കൂടെ പറഞ്ഞേ. എത്ര പേര് സ്വതന്ത്രം പറയുന്നു?
ആമേൻ. ഒരു കൂറ്റൻ മാളിക അതിനകത്ത് ഒരുക്കിയിട്ടിരിക്കുക, വിരിച്ച് പറഞ്ഞേ ഒരുക്കിയിട്ടിരിക്കുക. ഒരു പക്ഷേ ഇനി ആ മാളിക ഒരുക്കിയത് കൊണ്ടാണോ അവിടുത്തെ വെള്ളം പറ്റിയത് ആർക്കറിയാം. ഞാൻ അതിനൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അവിടെ ചെന്നു, ആ വീട്ടിൽ യേശുവിന്റെ ശിഷ്യന്മാർ ചെന്നു. അവർ ചെന്നിട്ട് കർത്താവിനോട് വിളിച്ചു പറഞ്ഞു, കർത്താവേ റെഡി, വീട് റെഡി. നിങ്ങൾ യേശു വരുന്നതെന്ന് ആത്മാവിൽ കണ്ടേ? കരഞ്ഞോണ്ട് വെള്ളം കോരാൻ പോയി ഈ വീട്ടിലെ ബാല്യക്കാരൻ. സ്വോത്രം പറഞ്ഞോ? അവൻ വെള്ളവും കൂടെ ഭാരം ചുമന്നുകൊണ്ട് പോയപ്പോ 2 ശിഷ്യന്മാര് പുറകെ പോയി. ഇപ്പൊ ആ വീട്ടിലേക്ക് പോകുന്ന ആരാ നിങ്ങൾ കണ്ടോ? കേൾക്കുന്നുണ്ടോ? 4000 വർഷമായിട്ട് കുഞ്ഞാടിനെ മുറിച്ച് പെസഹ കണ്ട ഒരു കൂട്ടം ആളുകൾ ഒറിജിനൽ പെസഹ കുഞ്ഞാട് ഇപ്പൊ നേരെ നടക്കുക. നിന്റെ കിണർ പറ്റിയത് എന്തിനാന്ന് ഞാൻ പറയാം. ഡ്യൂപ്ലിക്കേറ്റിന്റെ കാലം കഴിഞ്ഞു, ഒറിജിനൽ വരാൻ പോകയാ. മസ്കറ്റ് സഭയോട് ഞാൻ പറയുന്നു, സാധാരണ ആരാധനയുടെ സമയം കഴിഞ്ഞു. സ്വർഗത്തിന്റെ മാതൃക നിന്റെ സഭയിൽ സീലടിക്കാൻ പോകയാ. ദൈവാത്മാവ് സ്വർഗത്തിൽ എന്തോ ആരാധന നടക്കുന്നു, അത് തന്നെ നിന്റെ ആലയത്തിൽ വെളിപ്പെടാൻ പോകയാ. ആര് വിളിച്ചു പറയൂ, ഡ്യൂപ്ലിക്കേറ്റിന് സമയം കഴിഞ്ഞു, ഒറിജിനൽ വരാൻ പോകുന്നു. യേശു ആ വീട്ടിൽ ചെന്നു. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു 5 മിനിറ്റ് കൂടെ. യേശു ആ വീട്ടിൽ ചെന്നു. ആമേൻ പറഞ്ഞു. അപ്പം കയ്യിലെടുത്തു, നുറുക്കി ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. 12 പേരും അപ്പം തിന്നു. പക്ഷേ അടുത്തത് സങ്കടമാ. അപ്പം തിന്നവരിൽ ഒരുത്തൻ അവിടുന്ന് എഴുന്നേറ്റ് ഇരുട്ടിലേക്ക് പോയെന്നാ വാക്യം. എങ്ങോട്ട് പോയി? ചേർന്ന് പറഞ്ഞേ, ഇരുട്ടിലേക്ക് പോയി. അപ്പോൾ 1ാമത്തെ മാളിക മുറി, പെസഹായുടെ ഇടം, യേശുവിൻ്റെ ഹൃദയത്തിനേറ്റ വലിയൊരു മുറിപ്പാടായിരുന്നു. കടൽക്കരയിൽ നിന്ന് പിടിച്ചെടുത്ത് കുളിപ്പിച്ച് ശിഷ്യന്റെ ഉടുപ്പ് മിടിച്ച് അപ്പം നുറുക്കി കൊടുത്തും അത്ഭുതം കാണിച്ചും കൂടെ കൊണ്ട് നടന്ന ഒരുത്തൻ ഇരുട്ടിലേക്ക് പോയി. എങ്ങോട്ട് പോയി? ഇരുട്ടിലേക്ക് പോയി. അന്ന് യേശു ആ മാളിക മുറി ഇരുന്നേച്ച് ഇരുട്ടിനെ നോക്കി പറഞ്ഞു, എടാ ഇരുട്ടെ, ഞാൻ കൊണ്ടു നടന്ന 12-ൽ 1-നെ നീ വലിച്ചെടുത്തെങ്കിൽ ഞാൻ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമുണ്ട്. എത്ര പേര് സ്വോത്രം പറയുന്നു? ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, യേശു കർത്താവിന്റെ ശരീരം കാൽവറിയിൽ കിടന്ന് അവസാനത്തെ വാക്കം പറഞ്ഞ് പ്രാണനെ വെടിഞ്ഞിട്ട് നിർജീവ ശരീരം മാംസ കഷണം ആ ഗാൽഗോഥായുടെ നെറുകയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ എന്റെ ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ട്, ആ ശരീരം ഏറ്റെടുക്കുക. ഇരുട്ടിന്റെ അകത്തുനിന്ന് 2 പേര് കയറി വരുന്നുണ്ട്. ഒരുത്തന്റെ പേര് നിക്കോദേമോസ്, ഒരുത്തന്റെ പേര് അരിമത്ഥ്യക്കാരൻ യോസഫ് എന്ന മന്ത്രി. ഒരു കാര്യം ഓർത്തോണം, അവൻ ഇരുട്ട് നിന്റെ ഒരവകാശത്തെ തട്ടിയെടുത്ത് അവൻ കാൽവറിയിലെത്തുമ്പോൾ അത് ഇരട്ടിയായി തിരിച്ചു പിടിക്കുവാൻ കഴിവുള്ള കർത്താവ്. ഇന്ന് രാത്രി നിന്റെ നന്മ തട്ടിപ്പറിച്ച ഏതിരുട്ടോ അതിന്റെ അകത്തം തന്നെ അത് ഇരട്ടിയായി എന്റെ ദൈവം ഇന്ന് രാത്രി അത് മടക്കി പിടിക്കുമോ? ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ യൂദ മാളിക മുറി ഇറങ്ങിപ്പോയപ്പോൾ യേശു വളരെ സങ്കടത്തോടെ അയാളെ നോക്കുകയാ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു, യേശുവിന്റെ കണ്ണ് നിറയുന്നത് എല്ലാവർക്കും സന്തോഷമാ, പക്ഷെ ഒരാൾക്ക് മാത്രം ദുഃഖമാ. ആർക്കാന്നറിയോ? പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാ പറഞ്ഞു, യേശുവേ ഡോണ്ട് വറി, ഞാൻ ബാക്കി ചെയ്തോളാം. യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പരിശുദ്ധാത്മാവേ എന്റെ ഒരെണ്ണത്തിനെ ഈ മാളിക മുറിയിൽ നിന്ന് കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സാരയില്ല, കേറിക്കോ കാൽവറിയിൽ. 40 ദിവസം കഴിഞ്ഞ് മേളിലോട്ട് പോരെ, ഞാൻ ആ മാളിക മുറി ഒന്ന് പോകുന്നുണ്ട്. ഹല്ലേലൂയ. തട്ടിപ്പറിച്ച മാളിക മുറിയിൽ ഞാൻ പോകുന്നുണ്ട്. നീ തോറ്റ സ്ഥലത്തേക്ക് പരിശുദ്ധമായി ഇറങ്ങാൻ പോവാ.
ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവം പറയുന്നു, നിന്നെ കരയിപ്പിച്ച അതേ സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. എത്ര പേർക്ക് അതിന്റെ ഒറിജിനൽ ഫീൽ കിട്ടിയെന്ന് എനിക്കറിയില്ല. ആമേൻ. നിങ്ങൾ ആറ്റുനോറ്റ് കാത്തിരുന്ന് വളർത്തിയ നിങ്ങളുടെ ഒരു മോൻ എനിക്ക് അപ്പയെ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവോ? യേശുവിന്റെ നെഞ്ചും കൂട് തകരുകയാ. ഒരു യൂദ പോയപ്പോ ആ മാളികമുറിയുടെ 4 ഭിത്തിയിൽ നോക്കി യേശു പറഞ്ഞ്, മാളികമുറി, നിന്നിൽ ഞാൻ നടത്തിയ ഒന്നാമത്തെ യോഗം നഷ്ടത്തിന്റെ യോഗമാണല്ലോ. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ്, സാരമില്ല സാരമില്ല, എഴുന്നേറ്റോ, ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് പൊക്കോളാം, ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് പൊക്കോളാം. നിങ്ങൾ കണ്ടോ, ഒലുമലയുടെ ഇറങ്ങി വരുന്ന ശിഷ്യന്മാരെ മൊത്തം ആമേൻ ദൈവം തന്റെ ദൂതനെ അയച്ച് പരാജയപ്പെടുത്തിയ, യൂദയെ പിടിച്ചുകൊണ്ടുപോയ, യേശുവിനെ കരയിപ്പിച്ച മാളികമുറിക്കകത്ത് തിരികെ കയറ്റി വെച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഓ, എന്റെ ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്യം കേൾക്കണോ? ആത്മാവ് പുക പോലെ ആ മുറിക്കകത്ത് നിറഞ്ഞു. ഒന്നിനെ ഇറക്കിക്കൊണ്ട് പോയിടത്തോട്ട് 3000 എണ്ണത്തിനെ ആത്മാവ് കൊണ്ടുവരികയാ. എഴുന്നേറ്റ് നമ്മൾ ആരാധിക്കാൻ പോകുകയാ. ഒന്നിനെ പിടിച്ചോണ്ട് പോയിടത്തോട്ട് 3000 പേരെ ആത്മാവ് തിരിച്ചെടുക്കാൻ പോകുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി വായി തുറന്ന് പറഞ്ഞു, ഒന്നിനെ പിടിച്ചോണ്ട് പോയിടത്തോട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോകയാ. ഹല്ലേലൂയ. അത് 3000 എണ്ണത്തെ തിരിച്ചെടുക്കുന്ന അതേ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ആരോട് ദൈവം പറയുന്നു? നീ തോറ്റിട്ടില്ല. ആ മാളികമുറിയിൽ നിന്നെ ജയിപ്പിക്കുവാൻ എന്റെ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങുന്നു. എന്നെ നോക്കിക്കേ, കോട്ടയത്ത് തോറ്റവനെ കോടമ്പാക്കത്ത് ജയിപ്പിക്കുന്നവനല്ല ദൈവം. ആമേൻ. നീ എവിടെ കരഞ്ഞു അവിടെ തന്നെ ആത്മസാന്നിധ്യം ഇറങ്ങാൻ പോവുകയാണ്. ഭാരപ്പെടുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരു കൂറ്റൻ യുദ്ധം ഇന്ന് രാത്രി നടക്കാൻ പോവുകയാ. ആർക്കൊക്കെയോ എന്തൊക്കെയോ തിരിച്ചു തരാൻ എനിക്കറിയില്ല. ജ്വലിക്കുന്ന കണ്ണുമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേര് വായി തുറന്ന് സ്തോത്രം പറയുന്നു? ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ, നിന്നെ കരയിപ്പിച്ചടത്ത്, നിനക്ക് നഷ്ടം വരുത്തിയടത്ത് നിന്നെ മാനിപ്പാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം അതിന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. അത് നിന്റെ മൺകൂടാരത്തിൽ ഇറങ്ങുകയാ. അത് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങുകയാ. എത്ര പേര് വായി തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? നിന്നെ കരയിപ്പിച്ചെടുത്ത് നിന്നെ മാനിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അത് നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. കണ്ണുകൾ അടച്ച് നിന്നെ കരയിപ്പിച്ചെടുത്ത് നിന്നെ മാനിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്നെ ഭാരപ്പെടുത്തിയിടത്ത് നിന്നെ മാനിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്നെ ദുഃഖിപ്പിച്ചിടത്ത് നിന്നെ മാനിക്കുന്ന ആ സാന്നിധ്യം, ആ സാന്നിധ്യം. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചു പിടിച്ചോ. ഇവിടെ കാണാനൊന്നുമില്ല. ആ പുൽപ്പിറ്റിൽ ഒരു പ്രസംഗകനില്ല. അവിടെ പരിശുദ്ധാത്മാവത്രേ നിൽക്കുന്നത്. ആ പുൽപ്പിറ്റിൽ ഒരു പ്രസംഗകനില്ല. അവിടെ യേശു അത്രേ നിൽക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി നീ തോറ്റ മാളികമുറിയിൽ, നിന്റെ നന്മ പിശാച് പിടിച്ചു വാങ്ങിയ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. ആത്മാവ് നിനക്ക് വേണ്ടി
അഴിയുമ്പോൾ ആ കുടുംബത്തിന് വിടുതല പ്രാർത്ഥന ഇന്ന് രാത്രി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ഒറ്റ മിനിറ്റ് എന്നെ നോക്കിയേ. സങ്കടപ്പെട്ട് കരഞ്ഞിട്ടില്ലേ? നിന്റെ ക്യാബിനിൽ നിന്ന് നിലവിളിച്ചില്ലേ? നിന്റെ പുറകെ വന്നവർ നിന്റെ മുമ്പേ കയറിപ്പോയപ്പോൾ നീ ഭാരപ്പെട്ടില്ലേ? ഭാരപ്പെട്ടവരുണ്ടോ? അവിടെ തന്നെ എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൈ ഒന്ന് കാണട്ടെ. എനിക്ക് ആരണ്ടൊക്കെ തലയെ കൈവെക്കാൻ വേണ്ട. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഏതായാലും ഇന്ന് രാത്രി പോയി വാ, എനിക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് നിങ്ങളുടെ തലയെ അടുത്തൊരു യോഗത്തിന് നിങ്ങളുടെ തലയെ കൈവെക്കാൻ എനിക്ക് പറ്റിയല്ല. ഈ ട്രിപ്പിന് കണ്ണുനീര് വീണിടത്ത് മഹത്വം വീഴാൻ പോകുന്നു. ദൈവാത്മാവ് പറയുന്നു, ആരുമറിയാതെ കണ്ണുപൊത്തി കരഞ്ഞവനായത്, യേശുവിന് വേണ്ടി ഇറങ്ങിയതിന്റെ പേരിൽ നിന്ന സഹിച്ചവനായത്, ജയ് വിളിച്ച പലരും ക്രൂശിക്ക എന്ന് പറയുന്നത് കേട്ട് ഒരു ഭയങ്കര ദൈവശക്തി ഇവനിൽ ഇറങ്ങുകയാ. നിന്നെ തകർക്കുമെന്ന് വാദിച്ചവർ നിന്നെ ഉയർത്തുന്ന ദിവസം കാണോ. ആ ശക്തി പ്രാപിച്ചോ. ഇറങ്ങണം ഇവന്റെ. പോരാ 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 പോരാ, വാ 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 വാ, പോരാ പോരാ. ആ ശക്തി റിലീസ് ആക, റിലീസ് ആക. ചങ്ക് തകർത്ത് നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞ് നിന്നെ രക്ഷിച്ചു. മകരേ നീ എൻ പ്രാണൻ വില, മകളേ നീ എൻ പ്രാണൻ വില, എന്നെന്നും നീ എന്റേത് മാത്രമേ, എന്നെന്നും നീ എന്റെ. കർത്താവിന്റെ ദാസി വാ, കർത്താവിന്റെ ദാസി വാ, വാ വാ വാ, പ്രാർത്ഥിക്കാൻ പോവാ. ചരിത്രം മാറാൻ പോവാ. പുതിയ മനുഷ്യനായി, പുതിയ മനുഷ്യനായി ചരിത്രം മാറാൻ പോവാ. പാസ് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ ചരിത്രം മാറാൻ പോവാ. സജി പാസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുവഴി വരണം. കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭയങ്കര വിടുതൽ ഇതുവരെ അനുഭവിക്കാത്തൊരു ആത്മസാന്നിധ്യം. എല്ലാവരും എന്നെ തഴഞ്ഞത് ഇവൻ കാതുകൊണ്ട് കേട്ടു, രക്ഷപ്പെടുകയെന്ന് പറഞ്ഞത് ഇവൻ ചെവി കൊണ്ട് കേട്ടു. പലപ്പോഴും എല്ലാരും കൈ കൊടുക്കുന്നെങ്കിൽ ഉയരാൻ സാധ്യതയില്ലാത്ത ഒരുവൻ ആരൊക്കെയോ ഇവനെതിരെ മുദ്ര കുത്തി. രാത്രി ആ മുദ്ര മാറുകയാ. വിട്ടുകൊടുത്ത് കരയ ദൈവസന്നിധി. ഒറ്റപ്പെടുത്തപ്പെട്ടതിന്റെ വേദന പലപ്പോഴും കട്ടിയുള്ള ഹൃദയമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ആരും അറിയാതെ, ആരും കാണാതെ നീ കണ്ണു തുടച്ചതും കാറിൽ നിന്ന് കരഞ്ഞതും ഞാൻ കണ്ടു. ഫ്രീ, പിടി പിടി, ഫ്രീ. ആ തീ ഇവന്റെ മേൽ വ്യാപരിക്കുകയാ. താങ്ങാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ഇവന്റെ മേൽ ഇറങ്ങുകയാ. ഇവന്റെ ചരിത്രം താങ്ങിക്കോണേ, താങ്ങിക്കോണേ. ഇവന്റെ ചരിത്രം, ജീസസ്, ഇവന്റെ ചരിത്രം ഇന്ന് രാത്രി മാറണം. സഭ ഒരുമിച്ച് ഈ മനുഷ്യന് നേരെ കൈ ചൂണ്ടിക്കോ, ഒരുമിച്ച് കൈ ചൂണ്ടിക്കോ.
പറയുന്നു, എന്നും എന്നെന്നും നീ എന്റേത് മാത്രമേ. എന്നെന്നും നീ എന്റേത് മാത്രമേ. യേശുവേ, ഈ മകന്റെ മേലെ അസാന്നിധ്യം സജിപാസെ ഓടി വരാമോ? പ്രാർത്ഥിക്കണം. ഒരു സിസ്റ്റത്തിന്റെ മാസ്റ്റർ ബോർഡ് ചേഞ്ച് ആക്കുന്നത് പോലെ രണ്ടുപേരുടെ തല കൈവച്ചു. കഥ പറയുന്നു, എന്നെന്നും എന്റേത് മാത്രമേ. എന്നെന്നും എന്റേത് മാത്രമേ. മകനേ, നീയൻ പ്രാണൻ വില. മകളേ, നീയൻ പ്രാണൻ വില. എന്നെന്നും നീ എന്റേത് മാത്രമേ. എന്നെന്നും നീ എന്റേത്. ഓ മകനേ, നീയൻ പ്രാണൻ വില. മകളേ, നീയൻ പ്രാണൻ വില. എന്നെന്നും നീ എന്റേത് മാത്രമേ. എന്നെന്നും നീ എന്റേത് മാത്രമേ. എൻ ചങ്ക് തകർത്ത് നിന്നെ സ്നേഹിച്ചു. എൻ ചോര ചൊരിഞ്ഞ് നിന്നെ രക്ഷിച്ചു. എൻ ചങ്ക് തുറന്ന് നിന്നെ സ്നേഹിച്ചു. എൻ ചോര ചൊരിഞ്ഞ് നിന്നെ രക്ഷിച്ചു. മകനേ, നീയൻ പ്രാണൻ വില. മകളേ, നീയൻ പ്രാണൻ വില. എന്നെന്നും നിന്റേത് മാത്രമേ. എന്നെന്നും നീ എന്റേത് മാത്രമേ. റബിക്കസ് ആത്മാർത്ഥമായ ആലോചന പറ. പരാജയം മാറി ജയം തരുന്ന ഒരു പുത്തൻ അനുഭവത്തെ പ്രാപിക്കാൻ പോവാ. യെസ് യെസ് എന്നെന്നും എന്റെ ഈ കുടുംബത്തിന് വിടുതൽ. മാത്രമേ. ഈ കുടുംബത്തിന് വിടുതൽ. കുടുംബത്തിന് വിടുതൽ. രാജ്യങ്ങൾ സഞ്ചരിക്കാൻ നിയോഗമുള്ളവനാണ്. രാജ്യങ്ങൾ സഞ്ചരിക്കാൻ ഒരു പ്രത്യേക തരത്തിലുള്ള കോട്ടും ധരിച്ചുകൊണ്ട് ഒരു വലിയൊരു ഹോട്ടലിനകത്ത് നീ നിൽക്കുന്ന ഒരു വെളിപ്പാടാത്മാവനെ കാണിക്കുന്നു. രഹസ്യ ഇല്ല, ഒരു സാധാരണ ദർശനമേ നീ കാണുന്നുള്ളെങ്കിൽ ദൈവത്തിന്റെ കുഴപ്പമല്ല. കുറെ കരഞ്ഞിട്ടുണ്ട്. ആരും ഒന്നും ചെയ്യേണ്ട, നിറയുകയായി വെളിയിൽ ദൈവശക്തി. ഫീൽ ദ പവർ, ഫീൽ ദ പവർ, ഫീൽ ദ പവർ. കർത്താവിന്റെ ദാസന്റെ തലമേൽ കൈവച്ചോ. ദൈവദാസന്റെ തല കൈവച്ചു. ഇവര് ഫ്രീ ആകുന്നതിൽ ആർക്കാ സങ്കടം? ഫ്രീ. ഫീൽ ദ പവർ, ഫീൽ ദ പവർ. അവിടെ കിടന്ന് കരയും, വാവിട്ട് കരയും. യേശുവിന്റെ നാമത്തിൽ വാവിട്ട് കരയ. വർഷങ്ങളായി നിന്നെ ഞെരുക്കിയൊക്കെ തിന്ന് രാത്രിയായി വാവിട്ട് കരയ. പ്രാണൻ വില. എന്നെന്നും എന്റേത് മാത്രമേ. എന്നെന്നും എന്റേത് മാത്രമേ. കർത്താവിന്റെ ദാസനെ ആത്മാവ് ഒരു ദൂത് പറയുകയാണ്.
ആത്മാവ് ഒരു ദൂത് പറയുകയാണ്. യോർദാന്റെ തീരത്ത് മരം വെട്ടുവാൻ പോയവന്റെ കോടാലി ഊരിക്കളഞ്ഞിട്ട് തുടങ്ങി വെച്ചത് പൂർത്തീകരിപ്പാൻ അനുവദിക്കത്തില്ലെന്ന് വാദിച്ച് മടക്കി വിടുവാൻ മരണ യോർദാന്റെ ശക്തികൾ പെരുമ്പറ കൊട്ടിയപ്പോൾ മരണ യോർദാന്റെ നടുക്കയറ്റുന്ന ഒരു കോടാലി തിരിച്ചെടുത്തതുപോലെ പിശാച് പിടിച്ചു വാങ്ങി ചിലത് ഇന്ന് രാത്രി തിരിച്ചു തരികയാ. അത് പ്രാപിക്കുക, അത് പ്രാപിക്കുക. നിന്റെ 22 വർഷത്തെ ചരിത്രം ഇന്ന് രാത്രി മാറുകയാ. കഴിഞ്ഞ 20 പ്രാപിക്കത് പ്രാപിക്ക. പ്രാപിക്കത് 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 പ്രാപിക്ക. ആത്മ പറയുന്ന ചരിത്രം മാറുക. മാത്രമേ എന്നെന്നും നീ എന്റേത് മാത്രമേ. ആ ചിത്രം മാറുകയാ. ആരോടും പറയാതെ ഒതുക്കിക്കൊണ്ട് നടന്ന ആ ഭാരം അത് മാറുകയാ. അത് മാറുകയാ. എല്ലാം വിട്ട് വയൽ വാങ്ങിയവനെ എല്ലാരും കുറ്റം പറഞ്ഞപ്പോൾ ദൈവം ഞാനാണ്. നിന്റെ അന്തരീക്ഷം മാറുകയാ. നിന്റെ അന്തരീക്ഷം അവസ്ഥ മാറുകയാ. അവസ്ഥ മാറുകയാ. മകനെ കഴിയുമോ നിനക്ക് ദൈവസന്നിധി കരയാൻ? അവസ്ഥ മാറുകയാ. അവസ്ഥ മാറുകയാ. മകളെ പ്രാണൻ വീണ എന്നെന്നും എന്റേത് മാത്രമേ. എന്നെന്നും എന്റേത് മാത്രമേ. മകനെ പ്രാണൻ വീണ മകളെ. ഇവന്റെ മേലുള്ള ലേപനം മാറുകയാ. വെക്കുവന്റെ തലമേൽ കൈ, വെക്കുവന്റെ തലമേൽ കൈ. ഇവന്റെ ലേപനം മാറുകയാ. ആരും കണ്ടിട്ടില്ലാത്ത ഒരു അഭിഷേകം ഇവന്റെ മേൽ വരികയാ. പവർ 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 പിടിക്കുക. താങ്ങ താങ്ങ. എന്നെന്നും എന്റേത് മാത്രം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ നാമനിമിത്തം നിന്റെ അന്തരീക്ഷം ഇന്ന് രാത്രി മാറുകയാ. ചേർന്ന് ചേർന്ന് ആ കരങ്ങൾ തലയ്ക്ക് മുകളിലൊന്ന് അടിച്ചേ. തലയ്ക്ക് മുകളിൽ. കമാൺ. ആത്മാവിന് നിങ്ങളെ വീട്ടിൽ വിടാൻ ഇഷ്ടമില്ലാത്തതുപോലെ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. ഓ മണിയാറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയാറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം ഉണ്ടാം അവൾക്ക്. എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം ഉണ്ടാം അവൾ. ഓ കർത്താവ് തൻ ഗംഭീരനാദത്തോടും ദൈവ ദൂതശബ്ദത്തോടും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യ. ഓ മണ്ണിലുറങ്ങി ഗാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന
വിശുദ്ധിമാനാ കാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമാ. ഓ തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം. ഓ ജീവനോടെ ഭൂതലെ പാർക്കും ശ്രദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേര്. ഓ ജീവനോടെ ഭൂതലെ പാർക്കും ശ്രദ്ധ രൂപാന്തരം പ്രാപിക്കുമാ. ഓ ഗീതാസ്വരത്തോടും അപ്പോടും കൂടെ, ഗീതാസ്വരത്തോടും അപ്പോടും കൂടെ. വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും തുതത്തുല്യരാ. വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും തുതത്തുല്യരാ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. ുള്ളിൽ കടക്കുമെന്ന മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷമുണ്ടാം അവൾക്ക്. എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം ഉണ്ടാം അവൾക്ക്. ഒറ്റ മിനിറ്റ് കൊണ്ട് യോഗം നിർത്താൻ പോവാ. എത്ര മിനിറ്റ് കൊണ്ട്? ഒറ്റ മിനിറ്റ് കൊണ്ട്. ആര് വരാൻ പോകുകയാ? കർത്താവ് വരാൻ പോകുകയാ. കുഞ്ഞാടിന്റെ കല്യാണം വരാൻ പോകുകയാ. കർച്ചീഫ് എത്ര പേരുടെ ഉണ്ട്? കർച്ചീഫ്, കർച്ചീഫ് ചാടിയെടുക്ക്, ചാടിയെടുക്ക്. ടവൽ, ടവൽ എത്ര പേരുടെ കയ്യിലുണ്ട്? ആന്റിമാരുടെ കയ്യിൽ ടവൽ ഉണ്ടോ? ടവൽ ഉണ്ടോ? ഉണ്ടോ? കാണിക്ക്, കാണിക്ക് ടവൽ. ടവലില്ല. ഷോളിന്റെ തല, ഷോളിന്റെ പീസ പിടി. ഷോൾ അങ്കിൾ ടവൽ എടുത്തോ? ഉണ്ടോ ടവല്? എടുത്തില്ല. ഇനി തൊട്ട് 2 ടവലോട് പറഞ്ഞു കേട്ടോ. ഒരു ടവൽ എംപോസിഷൻ. ആ ടവൽ കാണിച്ചേ. എന്തിനാണെന്നറിയോ? ടവൽ എറിഞ്ഞ് നിങ്ങളെ ആരെയും മറിക്കാനല്ല. ഈ ടവൽ ഇങ്ങനെ തലയ്ക്ക് മേളിൽ കറക്കിക്കൊണ്ട് കുഞ്ഞാടിന്റെ കല്യാണത്തിനെ കുറിച്ച് പാടാൻ പോവാ. എത്ര മിനിറ്റ്? ഒറ്റ മിനിറ്റ്. എത്ര പേർക്ക് പാടാൻ സന്തോഷമുണ്ട്? ആ കൂടെ നനങ്ങിക്കൊടുത്താൽ എത്ര നല്ലത്. ഇന്ന് രാത്രി ചിലപ്പോ കർത്താവ് വരുമായിരിക്കും. ചേർന്ന് പാടിക്കേ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷമുണ്ടാം അവൾക്ക്. എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷമുണ്ടാം. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ. ഓ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ. ഓ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന സന്തോഷം. എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷമുണ്ടാം. എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷം, എന്തെന്ത് സന്തോഷമുണ്ടാം. കർത്താവേ, കർത്താവ് തന്റെ വീരനാദത്തോടും പ്രധാന ദൈവ കർത്താവ് തന്റെ വീരനാദത്തോടും പ്രധാന ദൈവ ഭൂതശാബ്ദത്തോ. ഓ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു എത്രയോ സന്തോഷം, എത്രയോ സന്തോഷമുണ്ടാമ. ഓ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശം. ഓ മണ്ണിലുറങ്ങിയിടുന്ന ശോഭിമണ കഹേളനാദം കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങി ഒന്ന് ശോഭിമണ കഹേളനാദം കേൾക്കുന്ന. ഓ പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും. ഓ തീരാത്ത സന്തോഷം, തീരാത്ത തീരാത്ത സന്തോഷം പ്രാപിക്കുമോ. ഓ തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം.
സന്തോഷം പ്രാപി. ഓ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാ. ഹല്ലേലൂയ. വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി നമുക്ക് അടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഇത്രത്തോളം കർത്താവിന്റെ സന്നിധിയിൽ അരിപ്പാൻ ശുശ്രൂഷിപ്പാൻ തന്റെ അഭിഷിക്തനെ ബലപ്പെടുത്തിയത് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നാളത്തെ മീറ്റിംഗ് ഒന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നാളെ പകൽക്കാലം 10:30 മുതൽ 1 മണി വരെയുള്ള സമയത്ത് ഗുഡ് ഷെപ്പേർഡ് ഹാളിൽ വെച്ച് രാവിലത്തെ സെഷൻ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ സുഭാഷ് കുമരകം നാളെ പകൽക്കാലത്തെ ഹല്ലേലൂയ മീറ്റിംഗിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ കർത്താവിന്റെ അഭിഷിക്തൻ ജോൺസൺ വർഗീസ് കടന്നു വരികയും വൈകിട്ട് 8 മുതൽ 10 വരെയുള്ള സമയത്ത് ഈ ഹാളിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷിക്തൻ ജോൺസൺ വർഗീസ് നാളെ ഹല്ലേലൂയ വൈകുന്നേരം കടന്നു വരും. വൈകിട്ടത്തെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കർത്താവിന്റെ അഭിഷിക്തൻ ജോൺസൺ വർഗീസ് ആണ്. ട്രാൻസ്ലേഷനും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളടയ്ക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മടക്കയാത്രയെ ഓർത്തുകൊണ്ട് കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു, ശുശ്രൂഷിപ്പാൻ തന്നെ അഭിഷിക്തനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പമായിരുന്ന സമയങ്ങളിലെല്ലാം അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി കർത്താവിന്റെ അഭിഷിക്തന്റെ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ഷാജി പാസ്റ്റർ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി അവസരഭേദം കൂടാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ അതിരറ്റ കരവാത്സല്യത്തിന്റെ സ്പർശനം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. മാളിക മുറിയിൽ നിന്ന് ഒരുവൻ നഷ്ടപ്പെട്ടപ്പോൾ അതേ മാളിക മുറിയിൽ കർത്താവെ ചില നാളുകൾക്ക് ശേഷമായിട്ട് 3000-ലധികം പേരെ ആകർഷിച്ചുകൊണ്ട് ആരംഭിച്ച അവിടുത്തെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിന്റെ പ്രക്രിയ ഈ 21-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതത്തിൽ ഈ മസ്കറ്റിന്റെ മണ്ണിലും ഇന്ന് രാത്രി അങ്ങ് ചെയ്തെടുത്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാ. കർത്താവേ, ഈ രാത്രി നിന്റെ ജനത്തിന്മേൽ പകരപ്പെട്ട ആ വലിയ ബലത്തിനായി, ആ വലിയ ശക്തിക്കായി, ആ വലിയ വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുഭാഷിനായി സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂലോകത്തിന്റെ അറ്റത്തോളം കടന്നുപോയി ഈ നിർമ്മല സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാൻ ഇനിയും നിന്റെ അഭിഷിക്തനെ അധികമായി അങ്ങ് ഉപയോഗിക്കണമേ. തന്റെ ശുശ്രൂഷൻ കീഴിലായിരുന്ന ആമേൻ സ്തോത്രം ജനത്തിനായി പ്രാർത്ഥിക്കുകയാകുന്നു. പ്രതീക്ഷയോടെ കടന്നു വന്നവർ നിരാശയോടെ അല്ല, അവർ വലിയ നിറവോടും ആമേൻ അതിൻ്റെതായ സംതൃപ്തിയോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ പറഞ്ഞയക്കുവാൻ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നാളത്തെ മീറ്റിംഗിൽ കർത്താവെ അതിരറ്റ അഭിഷേകത്തിന് ശക്തി കവിഞ്ഞൊഴുകുന്ന കടന്നു വരുന്ന ജനത്തിന് വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണം. രാത്രി നടക്കുന്ന മീറ്റിംഗിനെ അനുഗ്രഹിക്കണമേ. ജോൺസൺ വർഗീസിനെ ദൈവം അനുഗ്രഹിക്കണം. ജെയിംസ് ഏക്കോബോളിനായി പ്രാർത്ഥിക്കുന്നു. സകലരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരായ സജി ആൻഡ്രൂസിനായി സ്തോത്രം, വസുധനിക്കായി സ്തോത്രം, ജനത്തിനായി സ്തോത്രം. സമാധാനത്തോടെ പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സാന്നിധ്യം, സഹവാസം ഇന്നു രാത്രി നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ആമേൻ കടന്നു പോകുന്ന സകല ജനത്തോടും ഇന്ന് വന്നേക്കും കർത്താവിനെ മടങ്ങിയവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ